ആദ്യം പറയട്ടെ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് ഹെൽത്ത് ഡേ. വാവ്. നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവന്റെ തുടുപ്പ് റിസ്കോടെ ടാസ്ക് എടുത്ത് സൂക്ഷിച്ച് ഭദ്രമായിട്ട് കൊണ്ടുപോകുന്ന ടീമാണ് ഇന്ന് നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ആംബുലൻസ് ഡ്രൈവേഴ്സ്. ഹായ് ചേട്ടന്മാരെ. രഞ്ജിത്തേണ്ടെങ്കിൽ ഒന്ന് ചിരിക്കാൻ എന്നാ മടി? ടെൻഷൻ മാറാൻ വേണ്ടിയല്ലേ ഇവിടെ വന്നേക്കുന്നേ? ഒരു ഹായ് പറഞ്ഞ സൗണ്ട് ഒന്ന് കേക്കട്ടെ. ഇത്ര നല്ല സൗണ്ട് ഒക്കെ ഉണ്ട്. പറ രഞ്ജിന്റെ സ്ഥലം എവിടെയാ? പത്തനംതിട്ട. നിങ്ങൾ മൂന്നുപേരും പത്തനംതിട്ടയാന്ന് തോന്നുന്നു അല്ലേ? നിങ്ങൾ ഫ്രണ്ട്സ് ആണോ മൂന്നുപേരും, അതോ ഡ്രൈവേഴ്സ് ആയതിനു ശേഷം ഫ്രണ്ട്സ് ആയതാണോ? ഓൾറെഡി ഫ്രണ്ട്സ് ആണ്. പിന്നെ എല്ലാവരും അടുത്ത് തന്നെ ആംബുലൻസ് സർവീസ് നടന്നത് ആണ്. ഓക്കെ. അപ്പുറത്തിരിക്കുന്ന രണ്ടുപേരെ നമുക്ക് പ്രത്യേകം ഒന്നും സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ മുഖങ്ങൾ പരിചയമുണ്ടോ നോക്കിക്കേ. ജയേഷേട്ടനെയും അതുപോലെ തന്നെ ശരത്തേട്ടനെയും കണ്ടു പരിചയമുണ്ടോ? ആ രണ്ട് മുഖങ്ങളും ഈ അടുത്ത കാലത്ത് ന്യൂസിൽ നിറഞ്ഞു നിന്നതാണ്. കേരളം മൊത്തത്തില് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതെ. അവരെ രണ്ടുപേരും പറയുകയാണെങ്കിൽ നമ്മുടെ ആലിൻ കുഞ്ഞിന്റെ അവയവങ്ങളുമായിട്ട് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം വരെ എത്തിച്ച രണ്ടുപേരാണ്. ശരിക്കും പറഞ്ഞാൽ അഖിൽ പറഞ്ഞ കറക്റ്റ് ആണ് അല്ലെ? കുഞ്ഞിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ച പോലെ എന്നെ നിങ്ങളും സേഫ് ആയിട്ട് എത്തട്ടെ. എനിക്ക് തോന്നുന്നു ഒരു കുഞ്ഞു വരെ വന്ന് ചേട്ടന് ഷെയ്ക്കാൻഡ് തന്നു അല്ലേ? ഇവരുടെ ലൈഫ് എന്ന് വെച്ചാൽ ഭയങ്കര ഹീറോയിക് ആണ്. അതെ, സൂപ്പർ ഹീറോസ് ആണ് സത്യം. സിനിമയിൽ കാണുന്നതിനെക്കാട്ടി വലിയ സൂപ്പർ ഹീറോസ് ആണ് തീർച്ചയായിട്ടും ആംബുലൻസ് ഡ്രൈവേഴ്സ്. ഇവര് ഇങ്ങനെ റോഡിൽ നമ്മളൊരു ആംബുലൻസ് കാണുമ്പോൾ നമ്മൾ ആദ്യം ഒന്ന് മനസ്സുകൊണ്ട് ആദ്യം പ്രാർത്ഥിക്കും അല്ലേ? ആരാണോ എവിടേക്കാണോ പോകുന്നത് അവരെ ഒന്ന് രക്ഷിക്കണേ നമ്മൾ പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ ആ ഒരു പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഇവരെന്തുമാത്രം പ്രാർത്ഥനയോടെയും അല്ലെങ്കിൽ ഇവർക്ക് എന്തുമാത്രം മാനസിക സമ്മർദ്ദമായിരിക്കും അല്ലേ? നിങ്ങൾക്ക് ഒരിക്കലും ഒരു നിമിഷം പോലും റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റില്ല അല്ലേ? ശരിക്കും ഈ പറഞ്ഞ പോലെ ടെൻഷൻ ആണോ, എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാന്നുള്ളൊരു ഒരു കാര്യം മാത്രമല്ലേ മനസ്സിലുള്ളൂ അല്ലേ? ഈ പ്രഷർ, സ്ട്രെസ് അങ്ങനെയൊക്കെ ഉണ്ടാവോ ആ സമയത്ത്? എങ്ങനെയാണത്? ചില സമയത്ത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളൊന്നും നോക്കൂല, സ്പീഡോമീറ്റർ എത്ര ചവിട്ടി കയറിയിട്ടുണ്ട് അത് നമ്മൾ നോക്കാറില്ല, മീറ്റർ നോക്കാറില്ല. എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാറുള്ളൂ. എങ്ങനെയാണ് നമ്മുടെ പൊതുവെ നമ്മുടെ കേരളീയർ എങ്ങനെ ഇപ്പൊ റോഡിൽ വണ്ടി ഓടിക്കുന്നവരൊക്കെ നിങ്ങളോട് സഹകരിക്കുന്നത് എങ്ങനെയാണ്? വണ്ടിയൊക്കെ മാറ്റി തന്നിട്ട് മിക്ക ആൾക്കാരും നമുക്ക് ആംബുലൻസിന്റെ സൗണ്ട് കേൾക്കുമ്പോ തന്നെ എല്ലാവരും സൈഡാക്കാനും ഒക്കെ നല്ല. പിന്നെ നമ്മളന്ന് ഓർഗൻ കൊണ്ടുപോയ സമയത്ത് പോലീസുകാരും നാട്ടുകാരും വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തായിരുന്നു. ട്രാഫിക്കുന്ന സിനിമയ്ക്ക് ശേഷം കുറച്ചുകൂടി ആൾക്കാർ ആംബുലൻസിനൊന്ന് കെയർ ചെയ്യുന്നുണ്ട്, വണ്ടിയൊക്കെ മാറ്റി. ചിലരുണ്ട് ഈ ആംബുലൻസിന്റെ ബാക്കിൽ നിന്ന് പോകും. ആംബുലൻസ് പോകുമ്പോ അതിന്റെ ബാക്കിൽ നിന്ന് കുറെ പേരില്ലേ യൂഷ്വലി അല്ല, ആംബുലൻസിന് കിട്ടുന്ന സ്പേസ് ഇല്ലേ, ആ സ്പേസ് കവർ ചെയ്ത് അവർ എത്താൻ വേണ്ടി. ശരിക്കും അത് അപകടമാണ്. കാരണം ഇവര് പെട്ടെന്ന് വെട്ടിച്ചായിരിക്കും പോകുന്നത്. ആ കൂട്ടത്തിൽ ഇവര് പോകുമ്പോഴും അല്ലെ അങ്ങനെ ഒരു ആക്സിഡന്റ് ഒക്കെ വരാൻ ചില സമയത്ത് വണ്ടി വന്ന് ഇടിച്ചിട്ടുണ്ട്. ആണല്ലേ? ഞാനിങ്ങനെ റാൻഡം ആയിട്ട് കുറച്ച് കാലം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ വൈറലായ CCTV പതിഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഒരു ആംബുലൻസ് ചേട്ടൻ ആംബുലൻസ് ഇവിടെ നിർത്തിയിട്ട് ഒരു ചായ പറഞ്ഞ് ഒരു റോഡ് സൈഡിലുള്ള ഒരു കടയിൽ ചായ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് ചായ ഇങ്ങനെ വന്ന് ഇങ്ങനെ കുടിക്കണത് ഒരു ഫോൺ വന്ന് ആ ചായ അങ്ങ് വെച്ച് പുള്ളി പോകും. ഭയങ്കര വൈറലായിരുന്നു ആ വീഡിയോ. അപ്പൊ ഞാൻ ആലോചിക്കും, നിങ്ങളൊന്ന് ആലോചിക്കും, സ്വസ്ഥമായിട്ട് നമ്മളൊരു ചായ കുടിക്കാനാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഡ്യൂട്ടി ടൈം പോലെ അങ്ങനെ ഇല്ലെന്ന് തോന്നുന്നല്ലേ? എപ്പോ വിളി വരുന്നോ അപ്പം അങ്ങനെയാണോ? അല്ല, ഡ്യൂട്ടി ടൈം ഉണ്ട്. ലീവ് എടുത്ത് പോയാൽ പിന്നെ വിളിക്കില്ല. ഓക്കെ. അല്ലെങ്കിൽ നമ്മള് ഓൺ കോൾ വിളിക്കും. അലേർട്ട് ആയിരിക്കണം. അപ്പൊ കറക്റ്റ് സമയത്ത് ഒരു ഭക്ഷണം പോലും ചിലപ്പോ കൈക്കായിരിക്കുമ്പോഴാ കോള് വരുന്നതെന്നുണ്ടെങ്കിൽ അത് തീർത്തിട്ട് പോകാനുള്ളതൊന്നും ഇല്ല. അപ്പൊ തന്നെ എത്രയും പെട്ടെന്ന് അവിടെ എത്താതെ. ഒരുപാട് ടെൻഷൻ എടുത്ത് ചെയ്യുന്ന ഒരു റിസ്ക് എടുത്തും ടെൻഷൻ എടുത്തും ചെയ്യുന്ന ഒരു തൊഴിലാണ് ഈ ആംബുലൻസ് ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഇന്ന് ലീവല്ലേ? ഇന്ന് നമ്മള് ഹാപ്പി. അപ്പൊ നല്ലൊരു ഗൈഡ് കൊടുക്കാം. നമ്മുടെ ചേട്ടന്മാര് ഇന്ന് ഹാപ്പി ആയിട്ട് ചിരിച്ച് സന്തോഷത്തോടെ നമ്മുടെ കൂടെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആദ്യം ചിരിപ്പിക്കാനായിട്ടുള്ള ഒരു സ്കിറ്റ് കാണാൻ റെഡിയാണോ? സൈറന് മാത്രമല്ല ശബ്ദം, നിങ്ങൾക്കും വേണം ശബ്ദം. റെഡിയാണോ? കാണാം, സ്കിറ്റ് ആണ്. സാറേ ഒരു മിനിറ്റ്, ഫോൺ ബാങ്കിൽ നിന്ന്. ഹലോ, പ്രിയ ഉപഭോക്താവെ, താങ്കൾ ഓരോ 10 മിനിറ്റിലും താങ്കളുടെ അക്കൗണ്ട് ബാലൻസ് ചെക്ക് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളെ വിശ്വാസമില്ലെങ്കിൽ ദയവായി താങ്കളുടെ 11 രൂപ 60 പൈസ പിൻവലിക്കുക. ബാങ്കിംഗ് സേവനങ്ങൾക്ക് നന്ദി. ഓ, അവരെ വിശ്വാസം ഇല്ലെന്ന്. നമ്മക്കാണ് അവരെ വിശ്വാസം ഇല്ലാത്തത്. എനിക്ക് ആളെ മനസ്സിലായില്ല. നിങ്ങളെ മനസ്സിലായില്ല? മനസ്സിലായില്ലേ? അമ്പിളിക്കുട്ടായി. അമ്പിളിക്കുട്ടെന്ന് പറഞ്ഞാ മറ്റേ കള്ളസാക്ഷി പറയാ
മുകുന്ദനുണ്ണി വക്കീൽ അതെ തന്നെ അതെ തന്നെ. ആ ഞാൻ നിങ്ങൾ വേറെ എവിടെയോ കണ്ടതുപോലെ 1999 ബാച്ചിൽ ഡൽഹി ഹൈക്കോർട്ടിൽ വെച്ച് താങ്കൾ അവിടെ മുകുന്ദനുണ്ണി വക്കീൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്. അയ്യോ സാറേ, ഞാൻ എവിടെങ്ങും പോയിട്ടില്ല. ഞാനൊരു പാവ അമ്പലിക്കുട്ടൻ. എന്റെ അച്ഛൻ ഓമനക്കുട്ടൻ, അപ്പൂപ്പൻ അപ്പുക്കുട്ടൻ. ഞങ്ങൾ പാരമ്പര്യമായി കള്ളസാക്ഷി പറയുന്നു. മുകുന്ദനുണ്ണി വക്കീൽ പറഞ്ഞത് കൊണ്ട് വന്നു. ഞാൻ കള്ളസാക്ഷി പറയണോ പോനോ? തെറിയേക്കരുത്. ആ തെറി ഇന്നലെ ഞാനും കണ്ട. എന്റെ ഹാങ് ഓവറാ. അതല്ല, എന്റെ വായിലുള്ള തെറിയേക്കരുത്. ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുമ്പോ അത് പഠിക്കണം. പഠിച്ചിട്ട് വേണം കോടതി പോകാനായിട്ട്. മനസ്സിലായോ? മനസ്സിലായല്ലോ. അതായത് നമ്മുടെ ഈ ജോർജ് മുതലാളിക്ക് ഏറുകണ്ണുണ്ട്. കാണും. എന്ത് വലിയ മുതലാളിവർക്കൊക്കെ കാണും. ഇച്ചിരി മുളവും ഉപ്പും കർപ്പൂരവും കൊണ്ട് എടുത്ത് ഇങ്ങനെ തലയ്ക്ക് തുപ്പ് ഇട്ടാ മതി. എന്തിന് ഏറ് കണ്ണു പോയി? എടോ അതല്ല പറഞ്ഞത്, എയർ ഗണ്ണ്. മനസ്സിലായോ? ഇത് കയ്യിൽ വെച്ചോ. എയർ ഗണ്ണുണ്ട്. ഈ സാറിന് ഒരുപാട് പാടവും വയലും വരമ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇയാള് മുറ്റത്ത് നെല്ല് കുത്താൻ വേണ്ടി ഇട്ടിരുന്നു. കാക്ക വന്നിരുന്നത് കൊണ്ട് കാക്കയെ ഓടിക്കാനായിട്ട് ജോർജ് മുതലാളി ഈ തോക്കെടുത്ത് ചൂണ്ടി. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആരാ? മന്ത്രി. അറിയാവോ? അത്ര പ്രശ്നം വേണ്ട. മന്ത്രി വിചാരിച്ചു മന്ത്രിയെ കൊല്ലാൻ പോകുന്നെന്ന്. മന്ത്രിക്ക് അറ്റാക്ക് വന്ന് മന്ത്രി നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. മന്ത്രിക്കെതിരെയുള്ള വധശ്രമത്തിന് ജോർജ് മുതലാളിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ജോർജ് മുതലാളി ഇന്ന് ഊരി കൊടുത്തു കഴിഞ്ഞാൽ 1 lakh കിട്ടും. 1 lakh കിട്ടും അമ്പളിക്കുട്ടന്. അല്ലേക്കെന്ന് പറഞ്ഞാൽ മതി. അതൊന്നും നടക്കൂല. എന്നെ പറ്റിക്കാനും നോക്കണ്ട. 250 രൂപ തരണം. ചാരായം മേടിക്കാൻ. മദ്യം വേണം എനിക്ക്. 250 രൂപ. ഓക്കെ, മദ്യം വേണമെന്ന് പറഞ്ഞാൽ ഇന്ന് 1-ാം തീയതി കിട്ടത്തില്ല. അത് വേണം. മദ്യം വേണം എനിക്ക്. നിർബന്ധമാണ്. നിർബന്ധമാണെങ്കിൽ ഒരു വഴിയുണ്ട്. ജട്ടിയിൽ പോയാൽ കിട്ടും. കിട്ടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഞാൻ ജട്ടി ഇടാതെ വരാം. എറണാകുളം ബോട്ട് ജട്ടി പോയാൽ കിട്ടുമെന്ന്. അയ്യോ പറഞ്ഞു തന്നെ. ഇല്ലെങ്കിൽ ഇപ്പൊ ഞാൻ മുണ്ടൂരി തലേ കെട്ടിയേനെ. അമ്പിളിക്കുട്ട ഇപ്പൊ കാര്യം മനസ്സിലായല്ലോ. അപ്പൊ അമ്പിളിക്കുട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് വേണം. കാരണം മുകുന്ദൻ സാർ ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. എന്ത് ചെയ്യുന്നു? കള്ളസാക്ഷി പറയുന്നു. കള്ളസാക്ഷി അതല്ല ചോദിച്ചത്. നിങ്ങൾ എന്തെങ്കിലും ജോലിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ജോലിയൊന്നുമില്ല സാറേ. ഇല്ല. പിന്നെ ഈ കള്ളസാക്ഷി പറയാനുള്ള തീരുമാനം എടുത്ത് എന്താണെന്ന് മനസ്സിലായില്ല. ജീവിക്കാൻ വേണ്ടി വേറെ വകുപ്പില്ലാത്തോണ്ട്. നിങ്ങൾ കൂട്ടുകാർ പോലും നിങ്ങളെ നന്നാക്കിയില്ലേ? കൂട്ടുകാരുണ്ട് സാറേ. ഒരുപാട് കൂട്ടുകാരന്മാരുണ്ട്. ഞാനാണ് അവരെയൊക്കെ ഈ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നത്. അയ്യോ, ഞങ്ങൾ 100 പേര്. ഞങ്ങൾ കുറെ നാളോട് വിചാരിക്കാണ് ഗോവയിൽ പോകണമെന്ന്. ഗോവയിൽ പോയാ? ഇതുവരെ പോക്ക് കടന്നില്ല. ആരും ഞങ്ങൾ 100 പേരോട് ഇങ്ങനെ നിൽക്കും. നിൽക്കുമ്പോ ബസ് വരും. ബസ്സിൽ ആരും കാണത്തില്ല. ഗോവ ബസ്. ഞങ്ങൾ എല്ലാവരും ചാടി അതിനകത്തിട്ട് കയറും. ഭയങ്കര തിരക്ക്. സ്ഥലമില്ല. ഞാൻ പറയും ഇറങ്ങടാ, നമുക്ക് തിരക്കില്ലാത്ത വണ്ടി പോവാൻ. അങ്ങനെ അടുത്ത വണ്ടി വരും. അതിനകത്ത് കയറും. അതിനകത്തും തിരക്ക്. അപ്പൊ ഫ്രണ്ടിലെ വണ്ടി കാലി. ഓടി അതിനകത്ത് കയറും. ഞങ്ങൾ ഏതൊക്കെ വണ്ടി കയറുന്ന ആ വണ്ടിയിലെല്ലാം തിരക്ക്. അങ്ങനെ ഇതുവരെ കയറി ഇറങ്ങി ഗോവയിൽ പോകാൻ പറ്റിയില്ല. എന്നല്ലേ അമ്പിളിക്കുട്ടാ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. ആ ചില കേക്ക് വയറ്റിന് പിടിക്കൂല. അതാണ് ഈ കേക്ക് ഛർദ്ദിക്കുന്നത്. ഫ്രഷ് ആയതുകൊണ്ട് കൊള്ളാം കേട്ടോ. അതായത് ഇത്രയും മണ്ടനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അവനൊന്നും പറയാം. എനിക്ക് ബുദ്ധിയൊക്കെ ഉണ്ട്. എന്തോ ബുദ്ധി? എനിക്ക് ഭയങ്കര ബുദ്ധിയാണ്. സ്കൂളിൽ വന്ന് തിരക്കി നോക്കണം. ഞാനായിരുന്നു ക്ലാസ്സിലെ ലീഡർ. അവിടെയും സാറ് പറഞ്ഞു ഇതുപോലെ നല്ലൊരു ലീഡറെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് നീ 4 വർഷം ഇവിടെ ഇരുന്നിട്ട് പോയാ ചെയ്യുന്നു. തോറ്റല്ല. ഞാൻ നോക്കത്തൊന്നുമില്ല. ഞാൻ എന്റെ വീട്ടിന്റെ അടുത്ത് ഒരു മത്സരം കളിച്ചു. എന്നിട്ട് അവനെ ഞാൻ തോപ്പിച്ച്. എന്നിട്ട് അവന്റെ മുഖത്ത് നോക്കിയിട്ട് മാസ് ഡയലോഗ് കൂടെ. എന്തായിരുന്നു മാസ് ഡയലോഗ്? തന്നെക്കാളും 10-40 കൂടുതലുണ്ടവരോട് വെല്ലുവിളി വേണ്ടാന്ന്. ആരുടെയായിരുന്നു മത്സരിച്ചത്? 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സന്ദീപിന്റെ കൂടെ. എന്തായിരുന്നു മത്സരം? ഏണിയും പാമ്പും കളി. എടാ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനെ ഏണിയും പാമ്പിൽ തോപ്പിച്ചിട്ടാണ് വലിയ ഡയലോഗ് അടിക്കുന്നത്. എടാ നിന്റെ തരത്തിന് പോയി കളിക്കണം. തരത്തിൽ പോയി കളിക്കാൻ ഞാൻ തോറ്റു പോകുന്നു. തോൽവി വിജയത്തിന്റെ മുന്നോടിയാണെന്ന് കേട്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ വിളിച്ചോണ്ട് വാ. ഇത് കേട്ടാ ഞാൻ SLC 38 പ്രാവശ്യം എഴുതിയത്. ഞാൻ ജയിച്ചിട്ടൊന്നുമില്ല. സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ? സ്കൂളിൽ നിന്ന് ഇറക്കി വിട്ട് അതുകൊണ്ടൊന്നുമില്ല. ഞാന് എന്റെ പ്രോഗ്രസ് കാർഡൊക്കെ ഞാൻ തന്നെ ഒപ്പിടുമായിരുന്നു. അച്ഛനെ കൊടുക്കണ്ടേ? ഇല്ല, അച്ഛൻ സർക്കാർ ഉദ്യോഗസ്ഥനാ. ഒരു ഒപ്പിന് 1000 രൂപയാണ് എന്റെ ഇരിക്കുന്ന പൈസ കൊടുക്കാൻ. ഓ അത് ശരി. അപ്പൊ അതുകൊണ്ടാണല്ലേ. അപ്പൊ അമ്പിളിക്കുട്ടാ, ഈ കേസ് പോകുന്ന രീതി എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് കാശ് കിട്ടാനുള്ള സംഭവമുണ്ട്. മനസ്സിലായില്ലേ? കൃത്യമായിട്ട് കള്ളസാക്ഷി പറഞ്ഞു കഴിഞ്ഞാൽ മുതലാളി ഊരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല കാശ് കിട്ടും. മുതലാളി നല്ല കാശുകാരനല്ലേ? ഈ കേരളത്തിലെ ഏറ്റവും വലിയ കാശുകാരനാ മുതലാളി. ആര് പറഞ്ഞു? ഈ കേരളത്തിലെ ഏറ്റവും വലിയ കാശുകാരങ്ങളെ മുതലാളിയൊന്നുമല്ല. പിന്നാരാ? മറ്റേ അവരാണ് പൃഥ്വിരാജിന്റെ അമ്മ മല്ലിക സുകുമാരൻ. ആര് പറഞ്ഞു നിങ്ങളടുത്ത്? അവരാണ് വിജയ് വെച്ച് വലിയ സിനിമയൊക്കെ എടുത്തത്. വിജയ് വെച്ച് വലിയ സിനിമ എടുത്ത മല്ലിക സുകുമാരനാ? വിജയ്ക്ക് എത്ര രൂപ കൊടുക്കണം ഒരു സിനിമയിൽ അഭിനയിക്കാൻ? ഇപ്പൊ ഒരു 10-250 കോടിയൊക്കെ കാണും. അണ്ടാ, അവര് വലിയ സിനിമ അവരാണ് എടുത്തത്. ഇത് ആരാണ് നിങ്ങളടുത്ത് പറഞ്ഞത്? പാട്ട് വരുണ്ടല്ലോ. ഏത് പാട്ട്? മല്ലിക സുകുമാരൻ പണ്ട് വില്ലെടുത്തു. ഞാൻ എങ്ങനെയാണ് ഇയാളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം? മനസ്സിലാവും. നിങ്ങളുടെ റൂട്ടിൽ പോയാൽ മതി. അതായത് ഞാൻ വ്യക്തമായിട്ട് കാര്യം പറഞ്ഞു തരാം. അതായത് നമ്മൾ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ വേണം. മഹാന്മാര് കാണുന്നത് പോലുള്ള സ്വപ്നങ്ങൾ കാണണം. സാറേ, സ്വപ്നത്തിന്റെ കാര്യമൊന്നും പറയല്ലേ. ഈ സ്വപ്നമൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. പ്രത്യേകിച്ചും നമ്മൾ സ്വപ്നത്തില് ഒരു ടോയ്ലറ്റ് കണ്ടാൽ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. അതെന്താണ് കാര്യം? ബെഡ്ഷീറ്റ് മെത്തയും കഴുകി നാടുകൂടി.
സ്ഥിരം കഴുകുന്നുണ്ടല്ലോ. അതായത് നിത്യാഭ്യാസി ആനയെ എടുക്കുമെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. മടിയൻ മല ചുമക്കും. അപ്പൊ മടിയനാണ് കിടിലം. മലയൊക്കെ തട്ടി തോളി കയറ്റുന്നത്. നിങ്ങളെ രീതിക്ക് പൊക്കോ, ഞാൻ ഇത് പറഞ്ഞു തരാം. ഈ കേസ് പറഞ്ഞുതരാൻ ആരും ഇല്ല സാറേ, അതാണ്. കൂട്ടുകാരൊന്നും ഇല്ലേ? കൂട്ടുകാരൊക്കെ ഉണ്ട്. പിന്നെ ഒരു കാര്യം, നിങ്ങൾ നല്ലൊരു കല്യാണം കഴിക്കും. അപ്പൊ ഭാര്യയെങ്കിലും പറഞ്ഞു തരും. എനിക്ക് ജോലി ഇല്ലാത്ത ആര് സാറേ പെണ്ണ് തരുന്ന? 1000 കള്ളം പറഞ്ഞു ഒരു കല്യാണം നടത്താന്നുള്ളതാണ്. ഞാൻ ഇടയ്ക്കൊരു കള്ളം പറഞ്ഞൊരു പെണ്ണ് കാണാൻ പോയി. സർക്കാർ ഉദ്യോഗസ്ഥൻ എന്നാ പറഞ്ഞത്. അവിടെ ചെന്നപ്പോ ചായ കൊണ്ടുവന്ന ആരാന്നറിയാമോ? മറ്റേ ഞാൻ കഴിഞ്ഞ ആഴ്ച തൊഴിലില്ലായ്മ മറ്റേ പൈസ ജോലി ഇല്ലാത്തതിന്റെ തൊഴിലില്ലായ്മ വേതനം. അത് തന്നെ, അതിന് അപേക്ഷ കൊടുത്ത അക്ഷയ സെന്ററിലെ ചേച്ചി അവിടെ എല്ലാം നമുക്ക് എന്തായാലും ഇനി കൂടുതൽ സംസാരിക്കണം. നമുക്ക് കേസിലോട്ട് വരാം. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ വേണം, എങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ലക്ഷ്യമൊക്കെ എനിക്കുണ്ട് സാറേ. എന്തോ ലക്ഷ്യം? നിങ്ങൾ ഭയങ്കര, എനിക്ക് നാസയിലൊക്കെ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. എന്തിനാണോ നാസ വരെ പോകുന്നത്? ഇപ്പൊ എല്ലാരും ചന്ദ്രനിലൊക്കെ അല്ലേ സാറേ പോയത്? അതുകൊണ്ട് എനിക്കൊരു ആഗ്രഹമുണ്ട്, സൂര്യനിൽ പോകണമെന്ന്. കരിഞ്ഞു പോകും സുഹൃത്തെ. അതിനാണ് ബുദ്ധി വേണമെന്ന് പറയുന്നത്. രാത്രി പോയാൽ മതി, ഒരു കുഴപ്പമില്ല. പോണം. അപ്പോഴേ നമുക്ക് കേസിലോട്ട് വരാം. ജോർജ് മുതലാളി രക്ഷപ്പെടുത്തണം. സംഭവം എന്ന് പറഞ്ഞാൽ ആദ്യം മാറ്റർ പറഞ്ഞല്ലോ എന്താണെന്നുള്ളത്. ജോർജ് മുതലാളിക്കുള്ളതാണ് ഈ എയർഗണ്ണ്. ജോർജ് മുതലാളിക്ക് ഒരുപാട് വയലുണ്ട്. വയലിൽ നിന്ന് നെല്ല് കൊണ്ടുവന്ന് മുറ്റത്തിട്ടേക്കായിരുന്നു. അത് കാക്കയും കൊക്കും കൊത്താൻ വേണ്ടി വന്നപ്പോ കാക്കയും കൊക്കിനെ ഓടിക്കാനായിട്ട് ഈ തോക്കെടുത്ത് ചൂണ്ടി. തൊട്ടടുത്ത വീട്ടിലൊരു മന്ത്രി ഉണ്ടല്ലോ, മന്ത്രി വിചാരിച്ചു തന്നെ വെടിവെക്കാൻ വേണ്ടി ചൂണ്ടുന്നു. അയാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു, ആശുപത്രി കൊണ്ടുപോയി. ഇതാണ് സംഭവം. പക്ഷെ നിങ്ങൾ പറയേണ്ടത്, ജോർജ് മുതലാളി അന്നേ ദിവസം രാവിലെ ഭിത്തിയിലിരുന്ന ഈ എയർഗണ്ണ് തോക്ക് എന്റെ കയ്യിൽ തന്നു. അതുകൊണ്ട് നേരെ വയലിൽ പോയി കൊക്കിനെ വെടിവെക്കാൻ പോയി. ആ വെടി ശബ്ദം കേട്ടിട്ടാണ് ഈ പറഞ്ഞ പ്രസ്തുത മന്ത്രിക്ക്, അതേത് വകുപ്പ് മന്ത്രിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത്. ഇതേ സമയം ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഒന്നും അറിയാതെ പാവം മുതലാളി ഇടിയപ്പം മുട്ട റോസ്റ്റും കഴിക്കുകയായിരുന്നു. മുതലാളി, ജോർജ് മുതലാളി, ടിയാൻ ജോർജ്. ആർക്കിപ്പോ സിനിമയൊന്നും ഇല്ലേ? ആർക്ക്? മിയ ജോർജിന്. ജോർജ് മുതലാളി, അത് മതി. മതി, പറ. ഇത് എന്റെ കയ്യിലാണെന്ന് പറയണം. ഞാൻ കോടതിയാണ്, ഞാൻ ജഡ്ജിയാണ്. അപ്പൊ എന്റെ അടുത്ത് പറയണം. മറ്റേ ഭിത്തിയിലിരുന്ന കൊക്കിനെ എടുത്തു. ഭിത്തിയിൽ കൊക്കാണ് ഇരുന്നത്. മുതലാളിയാ മന്ത്രി. എടാ, ഭിത്തിയിലിരുന്ന തോക്ക്. ഭിത്തിയിലിരുന്ന തോക്കെടുത്ത് ഞാനും കൊക്കും കൂടെ വയലിരുന്ന മന്ത്രിയെ വെടിവെക്കാൻ പോയി. തത്സമയം ഒന്നും അറിയാതെ ഡൈനിങ് ടേബിളിലിരുന്ന് ജോർജ് മുട്ട റോസ്റ്റും തിന്നായിരുന്നു ഇടിയപ്പം മുതലാളി. എന്താണ് ഈ പറയുന്നത്? പറയാൻ പോകുന്നത് ഞാൻ ഭിത്തിയിലിരുന്ന തോക്കാണ്. തോക്കെടുത്തു ഞാൻ മന്ത്രിയെ വെടിവെച്ചു. തോക്ക് ഇവിടെ ഇരിക്കുന്ന തോക്ക് ഭിത്തിയിൽ ഈ ഒരു മണ്ടനം 3 മണി സാറേ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കലായിരുന്നു. അപ്പൊ കള്ളസാക്ഷി പറയട്ടെ? പറയണം. അത് പറയാൻ വേണ്ടിട്ടല്ലേ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾക്ക് ലക്ഷങ്ങൾ കിട്ടും, കൂടെ എനിക്കും. അപ്പൊ അതുകൊണ്ട് ഭിത്തിയിലിരുന്ന തോക്കെടുത്ത് മുതലാളി എന്റെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ നേരെ വയലിലേക്ക് കൊക്കിനെ വെടിവെക്കാൻ പോയി. അതുവരെ ക്ലിയർ ആണല്ലോ? മതി, പറ കേക്കട്ടെ. ഞാൻ മറ്റേ ഭിത്തിയിലിരുന്ന തോക്കെടുത്ത് ഞാനും മന്ത്രിയും കൂടെ കൊക്കിനെ വെടിവെച്ചിട്ട് മുതലാളിയുടെ ഇറച്ചി തിന്നു. എന്നെ കൺഫ്യൂഷൻ ആക്കണ്ട, ഞാൻ പറഞ്ഞോളാം. പറയും. ഉറപ്പാണ്? ഭിത്തിയിലിരുന്ന തോക്കെടുത്ത് കൊക്കിനെ വെടി. ഞാൻ പറയും. ആ വെടിശബ്ദം കേട്ടാണ് മുതലാളിക്കല്ല മന്ത്രിക്ക് അറ്റാക്ക് വന്നത്. മുതലാളി അപ്പോ ഇരുന്ന് ആഹാരം കഴിക്കായിരുന്നു. മുതലാളി കുറ്റക്കാരനല്ല. തോക്ക് എന്റെ കയ്യിലാണ്. അവരെ കാണിക്കണം. മനസ്സിലായല്ലോ? ഞാൻ പറഞ്ഞോളാം. ലൈസൻസ് കൊള്ളാം, പേടിക്കല്ല. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഒന്ന് പ്ലാൻ ചെയ്യണം. എന്താവും എന്തോ. ഹലോ ജോർജ് മുതലാളി, പേടിക്കാനൊന്നുമില്ല. അമ്പിളിക്കുട്ടൻ എന്നൊരു മിടുക്കനെയാണ് കിട്ടിയിരിക്കുന്നത്. എണീച്ച പോയില്ലേ? ഞാനെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് പെർഫോമൻസ് ചെയ്യും. മുതലാളി ഇതിനകത്ത് ഊരി തരും. മുതലാളി തേനീച്ച ഭയങ്കര മൂളൽ. ഞാൻ തിരിച്ചു വിളിക്കാവേ. അയ്യോ ഞാൻ അവിടെ സാറ് പറഞ്ഞില്ല ഇത് കാണിക്കേ. ഞാൻ എടുത്തിങ്ങനെ ചൂണ്ടിയപ്പോ എന്റെ കൈ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ആയിപ്പോയി. പിന്നെ അവിടെ ഇരുന്ന ആളില്ലേ, മറ്റേ കൊട്ടുപൊടിയായിട്ടിരിക്കുന്ന അയാളെ തിരുനെറ്റിക്ക് തന്നെ കൊണ്ട്. എന്നിട്ടെന്തായി? അപ്പോഴും പോലീസുകാർ ചോദിക്കാണ് നിന്റെ അടുത്ത് ആര് പറഞ്ഞാൽ ആ ജഡ്ജിയെ വെടി ചോദിക്കാണെന്ന്. ഞാൻ പറഞ്ഞ വക്കീല് പറഞ്ഞിട്ടാണ്. മിടുക്കൻ. നീ കൊലക്കാർ ഉറപ്പാണ്. നീ എന്തായാലും ഞാൻ ചാവാം.
ബോധം കെട്ട് വീണതാണെന്നുള്ള ബോധം പോലും ഇല്ലല്ലോ നിനക്ക്. ബോധം കെട്ട് വീട്. ഒന്നുകൂടി സോറി സാർ. അപ്പോ നാട്ടുകൂട്ടം, നിങ്ങൾ ഒരു റൗണ്ട് ചിരിച്ചില്ലേ, നമുക്കിനി അടുത്ത റൗണ്ടും കൂടി ചിരിക്കാം. നിങ്ങളിങ്ങനെ നിങ്ങളുടെ ആംബുലൻസിന്റെ ഗിയർ മാറ്റുന്നത് പോലെ നിങ്ങൾ ചിരിക്കുമ്പോൾ നമ്മുടെ ബാറ്ററിയുടെ ചാർജ് കൂടും. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിലെ ഏറ്റവും അടിപൊളി ടീമാണ് വരാൻ പോകുന്നത്. ചേച്ചി ഓൺ ആണല്ലോ? ബാറ്ററി. യെസ്, ലെറ്റ്സ് വെൽക്കം ദി ഡൈനാമിക് ഷജീർ ആൻഡ് വിഷ്ണുപ്രിയ. നിർത്തോ. തന്റെ എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ ഓഡിഷൻ ചെയ്യണം, തനിക്കൊന്ന് പൊക്കൂടെ? പോയടോ, ഒന്ന് പോയി ഓഡിഷൻ വന്നേക്കണേ. ദൈവമേ, ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞ എന്തൊക്കെ അനുഭവിക്കണം. സത്യം പറഞ്ഞ ഈ ഓഡിഷൻ കഴിഞ്ഞിട്ട് വേണം എനിക്ക് സിനിമയുടെ ഷൂട്ട് തുടങ്ങാൻ. ഞാനാണ് സൂപ്പർ സ്റ്റാർ, ഞാനാണ് സൂപ്പർ സ്റ്റാർ, ഞാനാണ് സൂപ്പർ സ്റ്റാർ, ഞാനാണ് സൂപ്പർ സ്റ്റാർ. ഗുഡ് മോർണിംഗ് മാഡം. ഇതെന്താ അങ്കണവാടിയാ? ഞങ്ങൾ താളത്തി വന്നാണ്. ആദ്യം ബോധത്തിൽ ആരാണ്? ഞാൻ ആട് കണ്ടിട്ട് വന്നതാ. അയ്യോ, ഞങ്ങള് പോയിട്ട് ടിക്കറ്റ് ഇടില്ലടോ, ഹൗസ്ഫുൾ ആയി പോയി. ഏത് പാപ്പൻ? പാപ്പൻ പാപ്പനാ? പരവര പാപ്പൻ. ഷാജി പാപ്പനാ? നമ്മുടെ ജയസൂരിയുടെ ആട്. അയ്യോ, അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പരസ്യം കണ്ടിട്ട് വന്നതാ. ഏത് പരസ്യം? എവിടെ ചിന്തിക്കുന്നുവോ അവിടെ ശൗചാലയം. അയ്യേ, അതല്ലെന്ന്, ഞാൻ നിങ്ങളുടെ ഓഡീഷന്റെ പരസ്യം കണ്ടിട്ട് വന്നാ പറഞ്ഞത്. ഓഡിഷന്റെ പരസ്യം ഫേസ്ബുക്കിൽ കണ്ടിട്ട് വന്നായിരിക്കും അല്ലേ? അത് മാത്രമല്ല, ഈ സിനിമയുടെ പേരാണ് എന്നെ ആകർഷിച്ചത്. നല്ല പേരാ കേട്ടോ. എല്ലാരും പറയും ഷജീർ വിഷ്ണുപ്രിയ നല്ല പേരാണെന്ന്. നല്ല പേരാന്നല്ല പറഞ്ഞത്, സിനിമയുടെ പേര് നല്ല പേരാന്നാ പറഞ്ഞത്. എങ്ങനെ നല്ല പേരാവാണ്ടിരിക്കും? ഞാൻ ഒരുപാട് തേടി കണ്ടുപിടിച്ച പേരല്ലേ. കൊള്ളാം കേട്ടോ, നല്ല പേര്. കെട്ടിപ്പിടിച്ച കഥ, കെട്ടിപ്പിടിച്ച കഥ, കൂട്ടിപ്പിടിച്ച കഥ, അടുക്കി പിടിച്ച കഥ. എന്തൊക്കെയാണ് പറയണ? തനിക്ക് വായിക്കറിയാമല്ലേ? കെട്ടിച്ചമച്ച കഥ. അതായിരുന്നു പേര്. ഇതിനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കൂടുതൽ അങ്ങനെ വിചാരിക്കല്ലേ. എന്താ തന്റെ പേര്? എന്റെ പേര് മണ്ണുണ്ണി. മണ്ണുണ്ണി എന്നൊക്കെ ആരെങ്കിലും പേരിടോ? അത് വേറൊന്നല്ല, ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ച പടത്തിന്റെ പേരാണ് മണ്ണ്, എന്റെ പേരാണ് ഉണ്ണി. അങ്ങനെ പടത്തിന്റെ പേരും എന്റെ പേരും കൂട്ടിച്ചേർത്ത് മണ്ണുണ്ണി എന്ന് പേരിട്ടു. നല്ല പേര്, മണ്ണുണ്ണി. ഇതെപ്പോഴാ തുടങ്ങണത്? എടോ, കാസ്റ്റിംഗ് കഴിഞ്ഞ അപ്പൊ ഷൂട്ട് നടക്കും. കാസ്റ്റിംഗ് കഴിഞ്ഞില്ലെങ്കിൽ അപ്പൊ ഷൂട്ട് നടക്കാൻ പറ്റൂലേ? എന്തോന്ന്? അല്ല, ഷൂട്ട് നടക്കുന്നൊക്കെ. എടോ, ഷൂ വിട്ട് നടക്കണ കാര്യമല്ല, ഷൂട്ട് നടക്കണ കാര്യ പറഞ്ഞത്. പിന്നെ ഇവിടെ ഓഡിഷൻ മാത്രല്ല നടക്കണേ, ഇവിടെ അഭിനയ കളരിയും കൂടിയാ നടക്കണ. അഭിനയ കളരി. നിങ്ങൾ അഭിനയ കളരിയാണെങ്കിലേ ഞാൻ ഒറിജിനൽ കരാട്ടയാണ്. എന്താണോ അത്? ഞാനൊരു ഹുസ് വിട്ടതാ. എന്തെങ്കിലും വിടാനാണെങ്കിൽ അങ്ങോട്ട് മാറി. ഞാൻ അതല്ല പറഞ്ഞത്, ഞാൻ കരാട്ടയിലെ ഹുസ് വിട്ടതാണെന്ന്. അയ്യോ എടോ, ഞാനൊരു കാര്യം പറഞ്ഞത് എനിക്കൊന്നും തോന്നരുത് കേട്ടാ. തന്നെ സിനിമക്ക് ആവശ്യമില്ലടോ. അങ്ങനെ പറയരുത്. സിനിമയ്ക്ക് എന്നെ ആവശ്യമെങ്കിലും സിനിമയെ എനിക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നത്. നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ താൻ? ഏത് നാടകം? കാണികൾ ഉറക്കത്തിലാണ്. അത് നന്നായി. ഉണർന്നിരുന്നെങ്കി ഇപ്പൊ ജീവനോടെ ഇവിടെ ഇരിക്കുമെന്ന് തോന്നണുണ്ട. അയ്യ, അങ്ങനല്ല, അങ്ങനെ പറയല്ലേ. എന്റെ അച്ഛനാണ് എന്നെ നാടകത്തിലേക്ക് കൊണ്ടുവന്നത്. എന്റെ അച്ഛൻ എപ്പോഴും എന്നോട് പറയാറുണ്ട്, മോനെ, നീ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലണമെന്ന്. സ്വന്തം തന്തക്ക് തല്ലിക്കൊല്ലാൻ പറ്റാത്തോണ്ട് നാട്ടുകാർക്ക് കൊട്ടേഷൻ കൊടുക്കണം. അതെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. അങ്ങനെ പറയല്ലേ, എനിക്ക് അഭിനയിക്കാൻ മേഡം ഒരു അവസരം താഴെ. തനിക്ക് ശരിക്കും പറഞ്ഞല്ലേ സിനിമയിൽ അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടാ? സിനിമയില് അഭിനയിച്ച എക്സ്പീരിയൻസ് ഉണ്ടാ? അങ്ങനൊന്നും മേഡം പറയില്ല മേഡം. ഞാൻ ഒരു ഷോർട്ട് ഫിലിം ഒക്കെ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഏത് ഷോർട്ട് ഫിലിം? മിണ്ടരുത്. അയ്യ, അതല്ല പറഞ്ഞത്. ഞാൻ ഷോർട്ട് ഫിലിമിന്റെ പേരാ പറഞ്ഞത്, മിണ്ടരുതെന്ന്. ആ ഷോർട്ട് ഫിലിമിന്റെ പേരായിരുന്നു മിണ്ടരുന്ന്. അപ്പൊ ഡയലോഗ് ഉണ്ടാവില്ലല്ലോ. ആര് പറഞ്ഞു? മുച്ചോട് ഡയലോഗ് ആയിരുന്നു. വന്നവനും പോയവനും നിന്നവനും ഡയലോഗ് ആയിരുന്നു. ആ ഡയലോഗ് ഒന്നും പറയാൻ കൊള്ളൂല. പറയട. ഒരു ക്ലൂ തരട്ടെ. തമിഴ് നടൻ വിജയ് അഭിനയിച്ച ഒരു പടത്തിന്റെ പേരാ. തെറി മാത്രമല്ല, നല്ല അടി ഉണ്ടായിരുന്നു. ഒരു കാര്യം പറട്ടെ, എനിക്ക് അവസാനം സഹി കെട്ടിട്ട് ഞാൻ ഒരു ഇരുട്ട് മൂടി കയറി ഒളിച്ചിരുന്നു. ലൈറ്റ് ബോയ് വന്നിട്ടില്ല, എന്റെ മുഖത്തേക്ക് ലൈറ്റ് അടിച്ചിട്ട് തെറി പറയാണ്. ചായ കൊണ്ടുവരാൻ വരുന്ന പയ്യൻ മുഖത്തേക്ക് ചായ ഒഴിച്ചിട്ട് തെറി പറഞ്ഞു. കോസ്റ്റ്യൂമർ മാത്രം ഒന്നും ചെയ്തില്ല. അതെന്താണ്? ഒടുതുണി ഇല്ലാണ്ട് ഷഡ്ഡിപ്പുറത്ത് നിർത്തിക്കരുത്. അയാൾ പറയണേ, നിന്നെ തല്ലിയിട്ട് കാര്യമില്ല, ഇനി തല്ലി എനിക്ക് ചത്തു പോകുന്നു പറഞ്ഞു. എന്നിട്ട് ഷഡ്ഡിയുടെ എലാസ്റ്റിക് ഇങ്ങനെ പിടിച്ചു പൊളിച്ച് ഒറ്റ അടിയാണ്. ഇതിലും ഭേദം തന്നെ കൊല്ലണമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. പിന്നെ അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, സംവിധാനം വേണ്ട, അഭിനയത്തിലേക്ക് കടക്കാൻ ഞാൻ വിചാരിച്ചു. അഭിനയത്തിലേക്കാ? അങ്ങനെ ഞാൻ അഭിനയത്തിലേക്ക് വന്നു. ഊഗറിന്റെ ഒരു സിനിമയിൽ ഊഗറിന്റെ ഒരു കഥാപാത്രം. എന്തായിരുന്നു കഥാപാത്രം? ആ സിനിമയിൽ ഞാൻ അർദ്ധനഗ്നനായിരുന്നു. ആ ഡയറക്ടർ ഉണ്ടല്ല, എന്റെ ദേഹത്ത് മൊത്തം കൊറേ പുല്ലൊക്കെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചു. എന്നിട്ടില്ല, കൊറേ വില്ലന്മാരുടെ രണ്ട് കൈയും കൂട്ടിയിട്ട് നേരെ കൊണ്ടേ കാട്ടി കൊണ്ട് കളയാണ്. കാട്ടില് കിട്ടില്ല, ഫ്രെയിം ആയിരിക്കുമല്ലോ. അപ്പൊ അവിടെയാണ് പൊളിഞ്ഞത്. എന്തുറ്റി? പിന്നെ ഷൂട്ട് ചെയ്തത് ഹെലിക്യാം ഷൂട്ടാ.
അവിടെ വന്നപ്പോ എന്താ സംഭവം അറിയാമോ? ദേഹത്ത് മൊത്തം പുല്ലാണല്ലോ. എവിടെ നിന്ന് അറിയാൻ പാടില്ല. കുറെ ചെമ്മരിയാട് വന്നിട്ട് മൊത്തം പുല്ല് അല്ല, ഈ പുല്ലിന്റെ പേരെന്തായിരുന്നു? കറുകപ്പുല്ല്. അതല്ല ഈ സിനിമയുടെ പേരെന്തായിരുന്നു? പടത്തിന്റെ പേര് തുണയില്ലാത്തവനായിരുന്നു. എന്റെ നിപ്പ് കണ്ട അവർ തുണിയില്ലാത്തവൻ. എന്റെ അയ്യെന്ന് ആട് ജീവിതത്തിലെ പൃഥ്വിരാജ് നേക്കലായിട്ട് നിന്നു. മഴത്തുള്ളി കലക്കത്തിൽ സലീം കുമാർ നേക്കലായിട്ട് നിന്നു. എല്ലാ നടന്മാരും നേക്കലായിട്ട് അഭിനയിച്ചിട്ടൊക്കെ ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഉള്ള പടാടോ? അവരൊക്കെ അഭിനയിച്ചപ്പോ UA, ഞാൻ അഭിനയിച്ചപ്പോ IA. എന്നിട്ട് മനസ്സിലായില്ലേ? തന്നെ സിനിമക്ക് ആവശ്യമില്ല. മേഡം, ആ വക വർത്താനം എന്റെ അടുത്ത് മേഡം പറയരുത്. മേഡം, എനിക്ക് അഭിനയിക്കേണ്ട അവസരം തരും മേഡം. എനിക്ക് ഈ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ബിഗ് ബഡ്ജറ്റ് പടമാണ്. ഇതിനകത്ത് കുട്ടിയിലും ശ്രീവിദ്യക്കാണ് മെയിൻ ക്യാരക്ടർ ചെയ്യണത്. അപ്പൊ പടത്തിന്റെ പേരാണ് ബിഗ് ബഡ്ജറ്റ് എന്നല്ലേ? മാട്ടപ്പടം. അഭിനയിക്കാണെങ്കിൽ മാട്ടപ്പടം. താൻ എന്തറിഞ്ഞിട്ടാ പറയണത്? എന്റെ സിനിമയിലെ നായകനാണ് കുട്ടിയാക്കിലെ, നായികയാണ് ശ്രീവിദ്യ. ഈ നായികയുടെ അനിയത്തി വേഷം ചെയ്യണത് ആരാന്ന് അറിയാമോ? നമ്മുടെ ശ്വേത ചേച്ചി. എന്താണ് കാണിക്കണ? ഈ ശ്രീവിദ്യയുടെ അനിയത്തിയായിട്ട് ശ്വേത ചേച്ചി മാറ്റണം. ഞാൻ വിചാരിച്ചു പറയുമോ ശ്വേത ചേച്ചി അമ്മ വേഷം എന്ന് പറഞ്ഞിരിക്കും. അതാണ് ഒരു ഡയറക്ടർ ബ്രില്യൻസ്. അപ്പൊ മേഡം അല്ല ഡയറക്ടർ അല്ലേ? ഡയറക്ടർ വില്യംസ് എന്നോ? എന്താണ് മേഡത്തിന്റെ ബ്രില്യൻസ്? അമ്മ വേഷം ചെയ്യാൻ വേണ്ടി വന്നത് ഒരു ക്യാമിയോ റോളാണ്. അതാരാ ക്യാമിയോ റോള്? താൻ അങ്ങോട്ട് നോക്കിട്ട് പറ, ആരായിരിക്കും ക്യാമിയോ റോള്? ഈ കൂട്ടത്തിലുള്ള ആൾക്കാരാണോ ക്യാമിയോ റോള്? താനൊന്ന് ഗസ് ചെയ്യ്. പുലർച്ചെ വന്നോണ്ടേ പല്ല് വെച്ചിട്ടില്ല, ചെറിയ വീടിയുടെ നാറ്റമുണ്ട്. ഗസ് ചെയ്യാൻ പറഞ്ഞു. ഒരു പിടുത്തം കിട്ടില്ല കേട്ടോ. ഞാൻ കാര്യം പറയട്ടെ, ഞാനിനി അധികം പിടുത്തം കിട്ടണ്ട. ഇരിക്കണ എലീന പഠിക്കലാണ് നമ്മുടെ അമ്മ വേഷം ചെയ്യാൻ വേണ്ടി വരുന്നത്. എലീന പഠിക്കൽ അമ്മ വേഷോ? ഈ എലീനെ ശ്രീവിദ്യ അനിയത്തിയാക്കണം. എന്നിട്ട് ശ്വേത ചേച്ചിന് അമ്മ വേഷമായിട്ട് കൊണ്ടുവരണം. എടാ, ശരിക്കും ഞാൻ അങ്ങനെ തന്നെയാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ ഈ അനിയത്തി വേഷം ചെയ്യണ കാര്യം പറയാൻ വേണ്ടി ഞാൻ എലീനയുടെ വീട്ടിൽ പോയി. പഠിക്കൽ അമ്മ ഇരിക്കണ്. അങ്ങനെയാണ് ഞാനും വിചാരിച്ച. അടുത്ത് നോക്കിയപ്പോ മനസ്സിലായി എലീന പഠിക്കലാണ്ട്. മേക്കപ്പ് ഇല്ലാണ്ട് എലീന പണിക്കറിനെ കണ്ടിട്ടുണ്ടായി. എന്റെ അമ്മോ, എനിക്കൊരു സത്യം മനസ്സിലായി. മലയാള സിനിമയിൽ ഇനി അമ്മ വേഷം ചെയ്യാനായിട്ട് ഒരു ദാരിദ്ര്യം ഉണ്ടാവൂല. കളർ ചെയ്തിട്ട് വന്നിരിക്കണേണ്. അതൊന്ന് കളർ അയച്ചിട്ടൊന്ന് കാണണം. ഫുള്ളും നരയാണ്. അമ്മമ്മ വേഷം വരെ ചെയ്യിപ്പിക്കുന്നു. ഈ കുട്ടികളല്ലേ ഈ പടത്തിന് നായകൻ? നമുക്ക് കുട്ടികളുടെ കട്ട് ചെയ്യാം. അതെന്താ? ഞാൻ ഈ അടുത്ത് കുട്ടിയുടെ ശുക്രൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടായിരുന്നു. മുഴുനീള വേഷം. പിന്നെ ത്രൂ ഔട്ട് വേഷമല്ലേ? അതാ ഞാൻ പറഞ്ഞു, ത്രൂ ഔട്ട് വേഷം. അല്ലല്ല, ഈ ത്രൂ ഔട്ട് വേഷം നല്ല അടിപൊളിയായിട്ട് ചെയ്ത ചെക്കൻ എന്തിനാണ് മാറ്റണത്? അല്ലെ, ശുക്രനിൽ മുഴുനീള വേഷമാണല്ലോ. ഈ സിനിമയുടെ ഷൂട്ടിംഗ് കണ്ട് പുള്ളി പോണ സമയത്ത് ഈ സിനിമയുടെ ഡയറക്ടർ പോയി പറയാണ്, സാറേ ഈ സിനിമയിൽ ഇനി വേറെ എന്തെങ്കിലും വേഷം ഉണ്ടെങ്കിൽ ഇതുപോലെ ആക്രമണം അഭിനയ കൊതി എന്ന് പറഞ്ഞു. ഇതുപോലെ അഭിനയ കൊതി. ഈ അഖിൽ കലവറ ഇതിനകത്തുണ്ടോ? പുള്ളി ഇതിനകത്തുണ്ടോ? കഴിഞ്ഞ ദിവസവും ഞാൻ സിനിമ കണ്ടായിരുന്നു കേട്ടോ. 250 രൂപ മുടക്കിയിട്ട് 2.5 മണിക്കൂറാണ് ഞാൻ ഈ സിനിമ കണ്ടത്. എന്നാ പിന്നെ ആ സിനിമയെ പറ്റി ഒരു 2 വാക്കില് റിവ്യൂ പറയാവോ? 250 രൂപ പിഴയും 2.5 മണിക്കൂർ കഠിന തടവും. എന്താണ് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്? ആട് സൂപ്പർ ഹിറ്റ് ആർന്നേ. അതിനാടില് പുള്ളിയില്ലല്ലോ. അതുകൊണ്ടാ സൂപ്പർ ഹിറ്റ് ആയത്. തനിക്ക് സിനിമ എന്താണെന്നറിയാവോ? സിനിമയുടെ കഥ എന്താണെന്നറിയാവോ? തനിക്ക് കഥ ഉണ്ടാക്കാൻ അറിയാവോ? കഥ ഉണ്ടാക്കാൻ അറിയാവോന്ന് എന്റെ അടുത്ത്. ഞാൻ കഥ ഉണ്ടാക്കുന്ന കാര്യത്തില് കാലനാ. എന്റെ നാട്ടുകാരനെ വിളിക്കുന്ന അറിയാമോ? തന്തയില്ലാത്തെന്ന് വിളിക്കുന്നത്. അത് വേറൊന്നുമല്ല, ഞാൻ എന്റെ അച്ഛനും അപ്പുറത്തെ വീട്ടിലെ ചേച്ചിനെ കുറിച്ചൊരു കഥ ഉണ്ടാക്കി. അന്ന് നാട് വിട്ടു പോയതായിട്ട് അച്ഛൻ. ഞാൻ അങ്ങനത്തെ കഥയല്ല ഉദ്ദേശിച്ചത്. സിനിമ എന്ന് പറഞ്ഞൊരു വികാരാണ്, വികാരം. ചില സിനിമകൾ കാണുമ്പോഴാണ് എനിക്കിത് വരാറുള്ളത്. എന്നെ നാട്ടിൽ വിളിക്കുന്ന അറിയാമോ? മുച്ചൂട് ഞരമ്പാന്ന്. ഒരു രഹസ്യം പറഞ്ഞോട്ടെ, നൂൽബന്ധമില്ലാതെ കണ്ടിട്ടുണ്ടോ? എന്റെ അപ്പൊ കണ്ടിട്ടില്ല. അപ്പൊ കാണാത്തോണ്ട് ഞാൻ തനിക്ക് കാണിച്ചു തരാം. കാണണ്ടെന്ന് പറഞ്ഞ ചെവിയല്ല, കണ്ടാ പൊത്തരുത്. ഇടം കണ്ടിട്ട് നോക്കണ്ട. അപ്പൊ കാണാൻ താല്പര്യമുണ്ടല്ലേ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം മോളെ. അതെ, നൂൽബന്ധമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ച ഒരു ഷോർട്ട് ഫിലിമാണ്. മേഡം എന്താ വിചാരിച്ചു ഹോട്ട് ഫിലിം എന്ന് പറഞ്ഞിരിക്കണ? ശരിക്കും ഡയലോഗ് പറഞ്ഞ അഭിനയിക്കും. മേഡം ഒരു ഡയലോഗ് തന്നു നോക്കിയേക്ക്. ഞാൻ മണി പോലെ ഡയലോഗ് പറയും. ഡെലിവറി എങ്ങനെയാ? 10 മാസം കഴിഞ്ഞല്ലേ അത്? ഡെലിവറി നടക്കുന്ന സമയത്ത് ആരെയും ഡയലോഗ് പറയാം. സിനിമയെ കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല. സിനിമ എന്ന് പറഞ്ഞ ഒരുപാട് പേരുടെ കണ്ണീര് കഷ്ടപ്പാടുവാ. എന്തിന്? സ്വന്തം പ്രസവം വരെ സിനിമക്ക് വേണ്ടി മാറ്റിവെച്ച ആളാ ഞങ്ങളുടെ ശ്വേത ചേച്ചി. അതൊക്കെയാണ് ഡെഡിക്കേഷൻ. ആണോ? അങ്ങനെയാണെങ്കിലേ അടുത്ത ആഴ്ച ഞാൻ ആശുപത്രി പോകണമെന്ന് വന്നേക്കണേ. എന്തിന്? എനിക്ക് വയറിനൊരു ഓപ്പറേഷൻ ഉണ്ട്. 2 കൊക്കപ്പൊടികൾ കിട്ടാണ്ടിരിക്കണം. സിനിമയിൽ എടുത്തത് മേഡം അങ്ങനെ പുച്ഛിക്കരുത്. ഞാനൊരു സിനിമയുടെ ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ എത്രയോ ആൾക്കാരാണ് എന്റെ പുറകെ നടക്കുന്നത് അറിയാമോ?
ഒന്ന് ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ കഴിച്ചതിന് ശേഷം മാത്രമേ എനിക്ക് ഭക്ഷണം തരാറുള്ളൂ. എന്നാലും കണ്ടവന്റെ എച്ചിൽ തിന്നാൻ വേണ്ടി അഭിനയിക്കാൻ പോണെന്ന് പറയരുത് കേട്ടോ. അതല്ല മേഡം, എനിക്ക് മേഡത്തിന്റെ പറഞ്ഞാൽ എനിക്ക് ഒരു അവസരം തരൂ. തനിക്ക് അവസരം ഒന്നുമില്ല, താൻ പോയേ. മേഡം അങ്ങനെ പറഞ്ഞോ, താൻ പോടോ. ഒരവസരം താനേ. ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. അതല്ല ഞാൻ പറഞ്ഞത്, പേയ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞത്. തന്നോട് ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും തോന്നരുത്. എന്താ മേഡം? തനിക്ക് അഭിനയിക്കാനുള്ള ഒരു കാലിബർ ഇല്ലടോ. കാലിബർ ഇല്ലെന്നോ? ഒരു ആക്ടറുടെ മുഖത്ത് നോക്കി പറഞ്ഞത് കേട്ടോ, എനിക്ക് കാലിബർ ഇല്ലെന്ന്. ആക്ടറാ താനാ? തനിക്ക് ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഓഹോ, ആക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോന്ന് മേഡത്തിന് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. A for action, C for concentration, T for timing, O for observation, R for ചൊറിയണ്ടാ മരുന്നിന്റെ റിയാക്ഷൻ. ഈ റിയാക്ഷൻ എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നു, മേഡത്തിന്റെ പടത്തിൽ എന്നെ അഭിനയിപ്പിക്കാതെ മേഡത്തിന് ഞാൻ വിടൂല. ഇതെന്താ ഇത്? ഇതാണ് എന്റെ റിയാക്ഷൻ. അപ്പൊ പടത്തിന് ഷൂട്ട് ഇല്ലേ മേഡം? ഒരു കെട്ടിച്ചമച്ച കഥയായതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന എന്റെ കഥാപാത്രം കെട്ടിച്ചമച്ചതായതുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, എന്നാലും കുഴപ്പമില്ലല്ലേ. ഇപ്പൊ ന്യൂജൻ അമ്മമാരല്ലേ ഉള്ളത്. അല്ല, ഇന്ന് ഇവരെല്ലാവർക്കും അറ്റാക്ക് കിട്ടി. ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവായിരുന്നു എനിക്ക് വരല്ലേ. എന്താ എനിക്ക് കൊടുക്കാട്ടിരുന്നു നിങ്ങൾ പണി? ഉണ്ടായിരുന്നാണ് മറന്നുപോയത്. അഴിഞ്ഞാട്ടമായിരുന്നു കേട്ടോ, അഴിഞ്ഞാട്ടം രണ്ടുപേരുടെ. സൂപ്പറായിരുന്നു. ഷജീറിന്റെ ആ ഒരു എന്താ പറയാ, ഒരു റബ്ബർ ബാൻഡ് പോലെ ഇങ്ങനെ ചടി റബ്ബർ സൂപ്പർ ക്യൂട്ടായി തോന്നി. അനിയത്തി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അനിയത്തി. എനിക്ക് ഇഷ്ടപ്പെട്ട അമ്മ. എനിക്ക് ഇഷ്ടപ്പെട്ട പടത്തിന്റെ പേര് ചേച്ചി ഉള്ളതുകൊണ്ട് കെട്ടിപ്പിടിച്ച കഥ. അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനേ നിങ്ങളോട് ഈ അവസരത്തിൽ ചോദിക്കുകയാണ്, എപ്പോഴും ടെൻഷനായിട്ടുള്ള ഒരു ഇരിപ്പാണ് ആംബുലൻസിൽ ഇരിക്കാന്നുള്ളത്. പക്ഷെ ഇതുപോലെ ചിരിക്കേണ്ട എപ്പോഴെങ്കിലും അല്ലെങ്കിൽ രസകരമായ മൊമെന്റ്സ് വന്നിട്ടുണ്ടോ? ഞങ്ങൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. എൻ്റെ പേര് അനു കല്യാണി എന്നാണ്, കല്യാണി ആംബുലൻസ് സർവീസ്. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ എമർജൻസിയാണ് ഓടുന്നത്. അപ്പോൾ ഞങ്ങളോട് എന്ന് പറഞ്ഞാൽ ഈ കള്ളുകൂടിയും ലഹരിയുടെ ഉപയോഗമൊക്കെ ഒരുപാട് കൂടുന്ന ആൾക്കാരെ കൂടുതലും അവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് പോകാൻ ഞങ്ങളെ ആംബുലൻസാണ് വിളിക്കാറുള്ളത് സാധാരണ. അപ്പോൾ അങ്ങനെ പോകുന്ന വഴിക്ക് അത് ഭയങ്കര രസകരമായ കാര്യങ്ങളൊക്കെയാണ്. അവർ നമ്മളെ ആക്രമിക്കാൻ വരികയും നല്ല രീതിയിൽ ചീത്ത വിളിക്കും. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ കൂടി ഒരു വ്യക്തി കെട്ടിയെ കൊണ്ടുപോകും. ഇപ്പോൾ അടുത്ത ഒരു ദിവസം തന്നെ നമ്മുടെ ഒരു അടുത്ത സുഹൃത്തിനെ തന്നെയാണ് ഇങ്ങനെ കെട്ടിക്കൊണ്ട് പോകേണ്ട ഒരു അവസരം വന്നു. പുള്ളി നമ്മുടെ ചവിട്ടി നമ്മുടെ ആംബുലൻസിൻ്റെ ബാക്കിലത്തെ ഗ്ലാസ് ചവിട്ടി പൊട്ടിച്ച് കളഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ ചെയ്താലും പിന്നീട് നമുക്ക് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അവരവിടെ പോയിട്ട് അവരുടെ ലഹരി ഉപയോഗമൊക്കെ നിർത്തി വളരെ സന്തോഷത്തോടെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതാണ് റിസ്കിന്റെ ഇടയിൽ ചെറിയൊരു ചിരി. അതെ അതെ, ആ തെറി വിളിച്ച് ആലോചിക്കുമ്പോൾ പിന്നെ ആലോചിക്കുമ്പോൾ ഉള്ള ഒരു ചിരി, അതാണ് ആകെയുള്ളത്. അത് നമ്മൾ അവർ തിരിച്ചു വരുമ്പോൾ നമ്മളത് പറയുമ്പോൾ അവർ നമ്മളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും മാപ്പ് പറയുകയും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും. അതാ ഉണ്ടാകാറുള്ളത്. നിങ്ങളുടെ ഈ സാമ്പത്തിക കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ആക്സിഡൻ്റ് ഒക്കെ എടുക്കുവാണെങ്കിൽ നിലവിൽ പൈസ കിട്ടാറില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ നമ്മുടെ ന്യൂസിനകത്തൊക്കെ വന്നതാണ്, ഒരു രാത്രി ഒരു 10-10:30 ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് വണ്ടി ഇടിച്ചിട്ടിട്ട് നിർത്താതെ വണ്ടി പൊക്കളഞ്ഞു. ഇടിച്ചിട്ടെന്ന് വെച്ചാൽ ദേഹത്തൂടെ കയറി വണ്ടി. അപ്പം തലയിൽ കൂടെ കയറിയോണ്ട് നമുക്ക് മുഖമൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. അപ്പോൾ അരമണിക്കൂറോളം റോഡിൽ കിടന്നിട്ട് ആരും എടുത്തുകൊണ്ട് വന്നില്ല. അപ്പോൾ നമ്മളെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞ്, അങ്ങനെ ഞാനും എൻ്റെ സഹോദരനാണ് രഞ്ജിത്ത്. അപ്പം ഞങ്ങൾ എൻ്റെ ചേച്ചിയുടെ മോൻ ഹിരൺ ഹരീഷ് എന്ന് പറഞ്ഞാലും കൂടെ പോയി എടുത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് മുഖം തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് നമ്മളിത് ആരാന്നറിയത്തില്ല. ഞങ്ങൾ രാത്രി 11:30 മുതൽ പിറ്റേന്ന് രാവിലെ 7 മണി വരെ ഈ ബോഡിയുടെ ആൾക്കാരെ തിരക്കി ഞങ്ങളവിടെ കുത്തിയിരിക്കുക. പക്ഷെ ആരും വന്നില്ല. പക്ഷെ ഇതിന്റെ സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആക്സിഡന്റ് പറ്റി കിടന്ന് തൊട്ടിറമ്പി തന്നെയുള്ള ആളാണ്. അവര് ഇദ്ദേഹമാണെന്ന് തിരിച്ചറിയുന്നത് പിറ്റേന്ന് പകല് 11 മണിയായപ്പോഴാണ്. അങ്ങനെ നമ്മൾ ഇരുന്ന് അതിനകത്ത് ഒരു സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നമ്മൾ ചെയ്തിട്ട് നമ്മളെ അവരൊന്ന് വിളിക്കുവോ, നമ്മളോട് പിന്നെ നിങ്ങൾ ചെയ്തത് നന്നായി എന്നൊന്ന് പറയുമോ, നമ്മുടെ അധികൃതരോ ആരും നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കത്തില്ല. അവർ നമ്മളെ തിരക്ക് പോലുമില്ല. അവർ വന്നതിന് ശേഷം അവർ ചെയ്തത് അവിടുന്ന് തന്നെ വേറെ ഒരു വണ്ടി വിളിച്ച് ഈ ബോഡി വീട്ടിൽ കൊണ്ടുപോയി അവർക്ക് പൈസ കൊടുക്കുകയും ചെയ്തു. ഇപ്പം നമ്മൾ ഇന്ന ആൾക്കാരാണ് കൊണ്ടുപോയെന്ന് അറിഞ്ഞിട്ട് അവർ നമ്മളോടൊരു നന്ദി വാക്ക് പോലും പറഞ്ഞിട്ടില്ല. മിക്ക ദിവസവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമുക്കത് പ്രശ്നമല്ല. അപ്പം നമ്മുടെ പണി തുടർന്നുകൊണ്ടിരിക്കും. ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ അല്ലേ, ജീവനൊരിക്കലും നമുക്ക് പൈസ കൊടുത്ത് നിലനിൽക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല. അപ്പൊ സോഷ്യലി കമ്മിറ്റഡ്, അവർ വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പം ചേച്ചി, കെട്ടിച്ചമച്ച കഥയുടെ ബാക്കി തീരുമാനങ്ങൾ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ കെട്ടിച്ചമച്ച ബാറ്ററി അല്ല, അതെ, റിയൽ ബാറ്ററി ആണ്. അതെ, നമുക്ക് നോക്കാം. വാ.
അതിന്റെ ഇടയിൽ പോയി ശ്രീവിദ്യനെ ഹഗ് ചെയ്യുന്നു. എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. അല്ല ഷജീറേട്ടനെ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോ പുള്ളി ചെയ്തത് എത്ര കിട്ടുമെന്ന് അറിയാണ്ട് വിളിച്ചത്. ഇവിടെ നോക്കാൻ സംഭവം അറിയാമോ? അതെ അതെ. മറ്റേ എന്ത് ഞരമ്പനെന്ന് പറഞ്ഞ നേരത്തെ ക്യാരക്ടറായിട്ട് മുച്ചൂട് ഞരമ്പൻ പോലും വെറുതെ വിടാത്ത പോലെ. ഫ്ലെക്സോട് ഞരമ്പൻ. എന്റെ ചേച്ചി പൈസ ഇട്ട് കൊടുക്കുക ചേച്ചി. 32,000 രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നന്ദിയുണ്ട്. ഫ്ലെക്സ് ശ്രീവിദ്യക്ക് കൊടുക്കണേന്ന്. ഫ്ലെക്സ് എന്റെ വീട്ടിന്റെ ഫ്രണ്ട് വെക്കാൻ പുതിയ ഫ്ലാറ്റ് എടുത്ത് ശ്രീവിദ്യക്ക് കൊടുത്തേക്കണേ. അതെ, ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഗ്രൂപ്പായിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇത് പുതിയ ആങ്കർ അല്ല, പക്ഷെ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യാൻ എത്തിയ ആളാണ്. മീറ്റ് മിസ്റ്റർ ആകാശ്. ആറ്റിങ്ങിൽ നിന്ന് വരുന്നു. ആറ്റിങ്ങലാണോ വീട്? ആർട്ടിക്കിൾ എവിടെയാണ്? വീട്. എന്നാൽ ആകാശേ, ഇവിടെ ആകാശ് ഇന്ന് പെർഫോം ചെയ്യുമെന്ന് മാജിക് ആണെന്നുള്ള ഞങ്ങൾക്കറിയാം. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര കോൺഫിഡൻസിൽ നിൽക്കുകയാണ്. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന എന്തിനാണ്? കൊല്ലാനാണോ, വെട്ടാനാണോ, ബോധം കെടുത്താനാണോ? അങ്ങനെയൊന്നുമില്ല, കുറച്ച് നേരം ഒന്ന് എൻജോയ് ചെയ്യാൻ. കാര്യം മാജിക് പൊതുവേ നമുക്കറിയാലോ, നിങ്ങൾക്ക് ഒരേ ഉടായ്പാണെന്ന് എനിക്കും അറിയാം. പിന്നെ ഇത് എന്തിനാ ചെയ്തെന്നുള്ള മാത്രം ചോദ്യം മാത്രമേ എന്റർടൈൻമെന്റ് വേണ്ടി മാത്രം ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എന്നെ വല്ല നല്ല കോടതിയിലോ ഇരുത്തുമായിരുന്നല്ലോ, അവിടെ ചെന്ന് ബാക്കി ചെയ്താൽ മതി. ആർട്ടാണ് അല്ലേ? കംപ്ലീറ്റ്ലി ഒരു ആർട്ട് ഫോം ആണ്. എന്റർടൈനിങ് ആർട്ട്. സോ ഈ റോപ്പിന്റെ അറ്റം ഒന്ന് പിടിക്കാവോ? പിടിച്ചോളൂ, കുഴപ്പമില്ല. ഒന്ന് മുറുക്ക് പിടിക്കാവോ? സി, നമ്മൾ ഈ ട്രിക്കിന്റെ അകത്ത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു പീസ് റോപ്പാണ്. നമ്മൾ ഈ ഇരിക്കുന്ന റോപ്പിന്റെ മറ്റേ അറ്റം നമ്മൾ ഒരു നൂൽബന്ധം വേണം. ഒന്ന് ടൈറ്റ് ആയിട്ട് പിടിക്കാവോ? സോ ഗെയിം പ്രത്യേകിച്ച് വലിയ സംഭവമൊന്നുമില്ല. ഞാൻ 1 2 3 എന്ന് പറയുന്ന സമയത്ത് നല്ല ശക്തിയായിട്ട് വിളിക്കും. ബ്രോ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒന്ന് ബാക്കിലോട്ട് നിൽക്കാം. സോ ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് 1 2 3 പോകുമ്പോൾ പുള്ളിക്കാരി ബാക്കിൽ വരുമ്പോൾ ബോസ് ബോസ് ഹലോ പിടിക്കണം കേട്ടോ. സോ കേസ് ബാക്കിലോട്ട് വീഴാണെങ്കിൽ ഒന്ന് പിടിക്കുക. ഐ വിൽ മാനേജ് ഇറ്റ്. സോ ഗെയിം കള്ളത്തരം കാണിക്കുന്നുണ്ട്, വലിക്കുന്നുണ്ട് ഇപ്പോഴേ. ഓക്കെ, ഗെയിം എന്ന് പറഞ്ഞാൽ ഞാൻ 1 2 and 3 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ശക്തിയായിട്ട് വലിക്കും. ഓക്കെ, റെഡി? 1 2 and 3 എന്ന് പറയുമ്പോൾ വലിക്കണം. ഞാൻ മോക്ക് ചെയ്യാണ്. ഓക്കെ, റെഡി? 1 2 and 3. ഒരു മയത്തിനൊക്കെ കൊല്ലരുതാരും. ഓക്കെ, റെഡി? 1 2 and 3. കമോൺ, പുൾ ദ റോപ്പ്. അതെന്ത് പരിപാടിയാണ്? വലിച്ചു കൊണ്ടുപോയ പുള്ളിക്കാരി. നമസ്കാരമുണ്ട്. ഓക്കെ, നമുക്ക് അപ്പുറത്തോട്ട് നിൽക്കാം. അല്ല, നിങ്ങൾ എന്റെ കൂടെ വരാനല്ലേ പറഞ്ഞു? കുറച്ച് അവിടെ നിൽക്കാം. ഓ, അത് വിട്ടില്ലല്ലോ ഇതുവരെ. എന്ത് ചെയ്യാനാണ് ഈശ്വരൻ. നിങ്ങൾക്ക് ഇപ്പൊ ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാറ്. നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും ഈ ചെക്കൻ ആറ്റിങ്ങിൽ അതോട്ട് ഇതുവരെ വന്നിട്ട് കുറച്ച് നേരമായിട്ട് റോപ്പും വലിച്ചോണ്ടിരിക്കുക. ഇത് ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ മാജിക്കും കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന രണ്ടറ്റം കാണാൻ പറ്റും. ആൻഡ് എല്ലാ മാജിക്കിനെ പോലെ നമുക്ക് ഇവിടെ രണ്ടറ്റം ഈ ഇരിക്കുന്ന ലൂപ്പുണ്ട്. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പീസ് റോപ്പ് ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇൻ കേസ് ഇതിപ്പം ചില ആൾക്കാർക്ക് ദൂരോട്ട് നിൽക്കുമ്പോൾ കാണാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പം ശ്വേത, ഈ ലൂപ്പ് കാണാൻ പറ്റുന്നുണ്ട്, മിഡില് കാണാൻ പറ്റുന്നില്ല. ഇതാണ് ആക്ച്വലി മിഡിൽ, ഇതാണ് സെന്റർ. ഇതെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു പീസ് റോപ്പ് ആവുന്നത്. അപ്പോൾ അടച്ചു വെക്കാം, നമുക്ക് ബാക്കിയാണ്. ഓക്കെ, സോ അപ്പം നമുക്ക് ഈ ഇരിക്കുന്ന റോപ്പിൻ്റെ അകത്ത് ആക്ച്വലി നമുക്ക് 2 അറ്റം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഇത് കാണുമ്പോൾ കൈയടിക്കാൻ മറന്നു. നിങ്ങൾക്ക് കൈയടിക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇല്ല, കുഴപ്പമില്ല, കൈയടിക്കില്ല. ഈ ഷോക്കിന്റെ കൂടെ കൈയടിക്കാൻ പറ്റുമോ? ഇതിന്റെ അകത്തില്ലേ ഇപ്പം എല്ലാവരും എൻ്റെ അടുത്ത് സ്ഥിരം ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓക്കെ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. ഒന്ന് ഞാൻ പറയാതല്ലേ ചെയ്യുന്നത്, ഞാൻ ചുമ്മാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലല്ലേ ചെയ്യുന്നത്. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ചെയ്യാം. അതും നോർമലി മാജിക് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ദൂരോട്ട് നിർത്തിയിട്ട് ഞാൻ അടുത്തടുത്ത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കാം. ഈ ഇരിക്കുന്ന അറ്റം നേരെ ഇപ്പുറത്തോട്ട് വരും. റെഡി? 1 2. നിങ്ങൾ നോക്കാത്ത സമയത്ത് ആക്ച്വലി ഇപ്പുറത്തോട്ട് വരുന്നത്. ഇൻ കേസ് ഇതിപ്പോ പോകുന്നെങ്കിൽ ഈ സാധനം പതുക്കെ ഇങ്ങനെ കറങ്ങി നേരെ ഇപ്പുറത്തോട്ട് വരും. നോർമലി ഇലൂഷന്റെ മുൾമുനയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ കൈയടിക്കാൻ മറന്നുപോകും. അല്ല, ഞാനൊരു കാര്യം ചെയ്യും. ഇത് എന്താ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ പോകുന്നത് എനിക്ക് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ 2 അറ്റം ഉണ്ട്. ആൻഡ് ഇത് ഈ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരത് വലിച്ചെടുക്കുന്നുണ്ട്. ഇത് എടുക്കാനും പറ്റില്ല. എനിക്ക് മനസ്സിലായി. കാര്യം ഇത് ഒറ്റ പീസ് റോപ്പാണല്ലോ, അതിനുള്ളൊരു പോസിബിലിറ്റി ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് എന്താകെ ചെയ്യാൻ പറ്റുന്നത്? ഒന്ന് വാതർക്കാം. ഓക്കെ, അപ്പൊ നമുക്കിത് കട്ട് ചെയ്ത് 2 ഇത് ഓൾമോസ്റ്റ് ആക്ച്വലി ഇത് സെന്ററിലായാലും ഇത് ട്രിക്ക് വർക്ക് ആവുള്ളൂ. ഒരു കാര്യം ചെയ്യാം, നമുക്കൊന്ന് വലിച്ച് ഓൾമോസ്റ്റ് കുറച്ചും കൂടെ വലിക്കാനുണ്ടല്ലോ. അപ്പൊ നമുക്കിത് ഓൾമോസ്റ്റ് സെന്റർ ആവുമല്ലോ. ഇനി ഇത് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് A ആണ്. ഓക്കെ, ഇത് A ആണ്, ഇത് B ആണ്, ഇത് C ആണ്, ഇത് D ആണ്. ഓക്കെ, ഞാൻ ഈ A എടുത്ത് ഇങ്ങനെ തലയിരിച്ചിടും, B എടുത്ത് തിരിച്ച് തലയിരിച്ചിടും. എൻ്റെ ഇരിക്കുന്ന മൊത്തം സാധനത്ത് ഇപ്പുറത്തോട്ട് പിടിക്കും. മനസ്സിലായോ? ഇല്ല, നമുക്ക് ഒന്നും ചെയ്യാം, അതായിരിക്കും എളുപ്പം. എനിക്ക് മനസ്സിലാവും, സ്വാഭാവികം. ഞാനൊരു കാര്യം ചെയ്യാം. ഒന്ന് ഇതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ
അത് മറന്നുപോയി. ഒരാൾക്കെങ്കിലും മനസ്സിലായില്ല, ടങ്ങിൽ കൈ എടുക്കരുത്. ബ്രെയിൻ അങ്ങ് പ്രോസസ് ചെയ്യാൻ വേണ്ടി താമസിച്ചു പോയി. സോറി. നമുക്കൊരു കാര്യം ചെയ്യാം. ഒന്ന് വാ തുറക്കാം പ്ലീസ്. ചിലവ് പോലെ ഞാൻ ഉപയോഗിക്കുന്ന അറിയാം, പക്ഷേ സോറി. സോ നമുക്കിവിടെ രണ്ടറ്റം, നമുക്കിതിപ്പം അറിയാം ഓൾമോസ്റ്റ് ഇത് സെൻട്രലിലോട്ട്. ഇതിപ്പം അത് മാറ്ററല്ല, അത് വലിയ കാര്യമല്ല. നമ്മളിരിക്കുന്ന റോപ്പ് പതുക്കെ ടൈറ്റ് ചെയ്യുന്നു, ആൻഡ് ഇതിന് ശേഷം നമ്മൾ വീണ്ടും കുറച്ചും കൂടെ ടൈറ്റ് ചെയ്യുന്നു. ഫൈൻ. അപ്പം നമുക്ക് സെൻറ്ററിൽ ഇരിക്കുന്ന കാണാമല്ലോ. ഈ റോപ്പിന് അറ്റം ഒന്ന് പിടിക്കാവോ? ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലെങ്കിൽ വേറെ വഴിയൊന്നുമില്ല, പിടിച്ചാലേ പറ്റുള്ളൂ. ഓക്കെ, ഒന്ന് ഇപ്പുറത്തോട്ട് വരാമോ? ഇറ്റ്സ് ഓക്കെ. സോ ഞാൻ 1, 2 and 3 എന്ന് പറയുന്ന സമയം നല്ല ശക്തിയായിട്ട് തന്നെ അവന്റെ ഇടയ്ക്ക് അത് 1, 2, 3 പറയുമ്പോ ഞാൻ 1, 2 and 3 എന്ന് പറയുമ്പോൾ വളരെ ശക്തിയായിട്ട് ഇതിൻ്റെ ഊതണം. അപ്പം ഈ സാധനം വാനിഷ് ആയി പോകും. ഓക്കെ ഓക്കെ. റെഡി? 1, 2 and 3 എന്ന് പറയുമ്പോൾ ഊതണം. റെഡി? 1, 2 and 3 എന്ന് പറയുമ്പോൾ വെയിറ്റ് ഒന്ന് ഡീപ്പായിട്ട് ശ്വാസം എടുക്ക്. നിങ്ങൾ എടുക്കണ്ട കേട്ടോ, ഇവിടെ മാത്രം എടുത്താൽ മതി. റെഡി? 1, 2 and 3. കമോൺ. കുറച്ചും കൂടെ. റെഡി? നല്ല ആഞ്ഞ് ഒറ്റൊരെണ്ണം എടുക്ക്. വീഴോ? ശ്വാസം വിട്ടില്ലെങ്കിൽ പടം കേട്ടോ. ഓക്കെ, ഓൺ മൈ കൗണ്ട് 3 ഉദിക്കോ. തുപ്പല്ലേ. പിടിക്കും. ഓക്കെ, 1 ലാസ്റ്റ് റൗണ്ട്. റെഡി? 1. ശരിക്കും ഇത് തെറിച്ച് പോകത്തന്നെ കാരണം എന്നറിയാമോ? നമ്മള് അല്ല, നമുക്കിത് ഇങ്ങോട്ട് വെച്ച് ഊതാം, ഇങ്ങോട്ടും വെച്ച് ഊതാം. ഇത് ഏതോ ഒരു ഇതിപ്പോ എനിക്കിപ്പോ വേണമെങ്കിൽ ഒന്നും നമുക്ക് സമയമില്ല. അപ്പൊ ഇതിപ്പോ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഇതിപ്പം ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഈ സാധനം കണ്ടോ? ചെക്ക് ചെയ്ത് നോക്ക്. സോ ഇൻ കേസ് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇരിക്കുന്ന റോപ്പ് ഇപ്പുറത്തോട്ട് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇരിക്കുന്ന ഓറഞ്ച് സൈഡ് കാണാമല്ലോ, ഓറഞ്ച് കാണാമല്ലോ. വാച്ച്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വാമപ്പ് കഴിഞ്ഞ് നമ്മളിനി മാജിക്കിലോട്ട് തുടക്കാൻ പോവാണ്. ഓക്കെ, ഇതൊരു മോർഗൻ സിൽവർ എന്ന് പറയുന്ന പഴയ കോയിനാണ്. ഐ മീൻ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് പ്രത്യേകത നമുക്ക് പതുക്കെ ഇതിൻ്റെ അകത്തിട്ട് ഇവിടെ നിന്ന് പോകും, പതുക്കെ ഇങ്ങനെ തിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനത്തെ സാധനം ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് കൈക്കകത്ത് ഇങ്ങനെ പതുക്കിട്ട് വേണമെങ്കിൽ പുറത്തോട്ട് എടുക്കാൻ പറ്റും. അതും പോസിബിൾ ആണ്. പക്ഷേ നമ്മൾ അതല്ല ട്രൈ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവിടെ ഒരു കോയിൻ ഇരിപ്പുണ്ട്, അതിൻ്റെ അകത്ത് വേറൊരു കോയിൻ ഇരിപ്പുണ്ട്. ആൻഡ് നമുക്ക് മൂന്നാമത്തെ കോയിൻ ഓൾമോസ്റ്റ് ഇവിടെ ഉണ്ടെന്നറിയാം. ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഒന്നുകൂടെ ചെയ്യാം. നമുക്കിപ്പോൾ ഇവിടെ നമുക്കൊരു കോയിൻ ഉണ്ട്. നമുക്ക് ഒന്നേന്ന് ചെയ്യാം, അതായിരിക്കും കുറച്ച്. അല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ചെയ്യാം. നമുക്കിപ്പോ ഇവിടെ ഒരു കോയിൻ ഇരിപ്പുണ്ട്, നമുക്ക് ഇതിന്റെ അകത്താണ് അടുത്ത കോയിൻ ഇരിക്കുന്നത്. സി നോർമലി ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഈ കോയിൻ എന്ന് മാറിയിട്ട് ഇത് വേറെ കളർ ആവുന്നതാണ് പ്രശ്നം. സി നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചില്ലേ, ഞാൻ ഇരിക്കുന്ന ബ്ലൂ കോയിൻ പതുക്കെ എടുക്കുകയാണ്. ഒന്നും കൂടെ ചെയ്യാം. നമുക്ക് ഇവിടെ ബ്ലൂ കോയിൻ ഇരിപ്പുണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന ഗ്രീൻ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ബ്ലൂ ആയിട്ട് തോന്നും, തിരിച്ചെടുക്കുമ്പോൾ നോർമലായിട്ട് തോന്നും, ടൈറ്റ് ചെയ്യുമ്പോൾ സിൽവർ ആയിട്ട് തോന്നും. വീട് കൂടുന്നുണ്ടോ? ഞാൻ ഒന്നും കൂടെ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന റെഡ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വാച്ച്. ഇനിയിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇരിക്കുന്ന റെഡ് പതുക്കെ ഇങ്ങനെ എടുക്കാം. ഞാൻ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അങ്ങനെ ഇത് ആക്ച്വലി വാനിഷ് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ വന്ന സമയത്ത് കുറച്ച് ഫ്രണ്ട്സിന് ഞാൻ കുറച്ച് നാൾക്ക് ശേഷം മാജിക് ചെയ്യുന്നത്, ഒരു 3-4 വർഷത്തിന് ശേഷമാണ് വീണ്ടും ഞാനൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ചില സമയം നമുക്ക് തോന്നുന്നു ലൈഫിൽ നല്ല റീസ്റ്റാർട്ട് സെക്കൻഡ് ടൈമിൽ കിട്ടിയാൽ കൊള്ളാന്ന്. മൊട്ടേഷൻ നല്ല സ്ക്രിപ്റ്റ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ, ലെറ്റ്സ് കം ബാക്ക് ടു ദ പോയിന്റ്. സോ ഞാൻ മെന്റലിസം ചെയ്യില്ല, വർക്കാവില്ല, അതിനുള്ള കഴിവില്ല, അതാണ് സത്യം. പക്ഷെ എന്നാലും എൻ്റെ ഫ്രണ്ട്സിനൊരു നിർബന്ധം, എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നീയും കൂടെ എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുമെന്ന്. ഞാനൊരു കാര്യം ചെയ്യാം. അഖിൽ ബ്രോ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? പ്രശ്നമൊന്നുമില്ലല്ലോ. അവിടെ നിന്നാൽ മതി, സ്ഥലമില്ല എല്ലാവർക്കും കൂടെ. സോ ബ്രോ, ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ പറയാം. ഓക്കെ, റെഡ്. സോ ഒരു കാര്യം ഞാൻ ചോദിക്കാം. സി നിങ്ങൾക്ക് ബ്ലൂ ഏത് കളർ വേണോ പറയായിരുന്നു. ഞാനതൊരു ചാൻസ് എടുത്തിട്ട് വന്നത്. ഈവൻ ദോ ബ്ലൂ ഓർ റെഡ് വരാൻ 50-50 ചാൻസേ ഉള്ളെങ്കിൽ പോലും റെഡ് ഫസ്റ്റ് ടൈം ഹിറ്റ് ചെയ്യാനായിട്ട് ദർ ഇസ് ഓൺലി 1%. ആ ഒറ്റ ചാൻസേ ഉള്ളൂ. പക്ഷേ എൻ്റെ കയ്യിലിരിക്കുന്ന എൻ്റെ ഡെക്ക് ഞാൻ ഓൾറെഡി റെഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത്. മീൻസ് അത് ജസ്റ്റ് ഇപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം ചോദിച്ചത്, അല്ലാണ്ട് ഇതിലായിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിപ്പോൾ ഈ ട്രിക്കിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത് ഇതൊരു പഴയ രസമുള്ള സംഭവമാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ തോന്നി മൾട്ടിപ്പിൾ ഡെക്ക് എന്നാണ് കേട്ടോ ഞാൻ ഈ കാർഡ്സുകൾ എടുത്തത്. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുച്ചീട്ടെന്ന് പറഞ്ഞ ഗെയിമുണ്ട്. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ 4 കാർഡുകൾ ഇങ്ങനെ പതുക്കെ വെച്ചതിന് ശേഷം 3 കാർഡ് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന 3 കാർഡ് വെക്കുന്നു, അതിനുശേഷം ഒരെണ്ണം വെക്കുന്നു, പൈസ അങ്ങനെ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇത് മാജിക് ആയിട്ട് ആൾക്കാർ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ഏസും 1 ക്വീനും, ഇത് മാത്രമേ ഈ സാധനത്തിൻ്റെ അകത്തുള്ളൂ. ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഇരിക്കുന്ന ക്വീനാണ് നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. ഞാൻ ഈ ഇരിക്കുന്ന ക്വീൻ ഇങ്ങോട്ട് പതുക്കെ വയ്ക്കും, അതിനുശേഷം ഷഫിൾ ചെയ്യാൻ സ്റ്റാർട്ട്. നിങ്ങൾ റെഡി ആണെങ്കിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ആക്ച്വലി നിങ്ങൾ കറക്റ്റ് കാർഡ് നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഞാൻ ഒന്നും കൂടെ ചെയ്യാം. ഞാൻ ഈ ഇരിക്കുന്ന ഏസ് ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം. ശ്രദ്ധിക്കുക, ഈ ഇരിക്കുന്ന 2 കാർഡ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എളുപ്പത്തിന് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ ഈ ഇരിക്കുന്ന ക്വീനും തലയിരിച്ച് വയ്ക്കാം. നമുക്ക് കുറച്ച് എളുപ്പം കിട്ടുമല്ലോ. റെഡിയാണോ? ഒരു മിനിറ്റ്.
എല്ലാരും ശ്രദ്ധിക്കണം. അതായത് ഈ ഇരിക്കുന്ന ക്വീൻ ഞാൻ പോക്കറ്റിൽ വെക്കുക. ഇത് ഇവിടെ നിൽക്കുന്നോണ്ടാണല്ലോ നമുക്ക് ഈ കൺഫ്യൂഷൻ മൊത്തം വരുന്നത്. നമുക്ക് ആകെ 2 ഏസ് മാത്രമേ നമുക്ക് മൊത്തത്തിലുള്ളൂ. ഓക്കെ, ഏത് പോക്കറ്റിലാണ് ഞാൻ കാർഡ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ? ഈ പോക്കറ്റിൽ. ഞാൻ ആ പോക്കറ്റിൽ എടുക്കാൻ പോകുമ്പോഴായിരിക്കും ആ സാധനം അവിടെ മാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ല, ഞാനതൊന്നും കൂടെ ചെയ്യാം. നമുക്ക് ഇവിടെ 2 ഏസും ഒരു ക്വീനും ഉണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന ക്വീൻ ഞാൻ പതുക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ നടക്കുന്നത്? ഈ ക്വീൻ നേരെ പോക്കറ്റിൽ പോകുന്നല്ലേ ഞാൻ പറഞ്ഞു. നോക്ക് ക്വീൻ പോയി. ഇതാ നോക്കി, ഈ ഇരിക്കുന്ന നമുക്ക് ഏസും ക്വീനും ഉണ്ട്. ഞാൻ ഈ ഇരിക്കുന്ന ക്വീൻ ഇങ്ങോട്ട് വെക്കാം. ഇത് ഏതാ കാർഡ്? ഏസ് ആണോ ക്വീൻ ആണോ? സത്യം ഏതായിരുന്നു? ഒരാളെങ്കിലും തെറ്റിച്ചു വന്നല്ലോ, ഒരാൾക്കെങ്കിലും വർക്കായല്ലോ സാർ. ഇൻ കേസ് നിങ്ങൾക്ക് ഈ ഗെയിം ജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തൊടുന്ന എല്ലാ കാർഡും ക്വീൻ ആയാൽ മാത്രമേ നിങ്ങൾ ഈ ഗെയിമിൽ ജയിക്കൂ. അല്ല, അതിൻ്റെ അകത്ത് വേറെ പോസിബിലിറ്റി ഇല്ല. തീർത്തില്ല, നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്. ഞാൻ വീട്ടിൽ പഠിച്ചിട്ടൊന്നുമില്ല, തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. സോ ഇത് എന്താ പറയുക, ദായ്വാണൻ എന്ന് പറഞ്ഞൊരു മജീഷ്യൻ ഉണ്ട്. ദായ്വാണൻ. ഇത് ആക്ച്വലി കാര്യമില്ല, ഞാൻ ഉണ്ടാക്കുന്ന സ്ക്രിപ്റ്റ് ഇയാൾ ജീവനോടുണ്ടെന്നില്ല അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും കുഴപ്പമില്ല. പുള്ളിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എവിടെയെങ്കിലും സ്റ്റോപ്പ് പറയാമോ? എന്നിട്ട് കഥ പറയാം. സ്റ്റോപ്പ് പറയാമോ? ഓക്കെ, സോ നമുക്കൊരു കാർഡ് എടുക്കാം. ഫോർ എക്സാമ്പിൾ, നോർമലി ഇപ്പോൾ ഈ കാർഡ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഈ കാർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും കാണാൻ പറ്റും കാർഡ്, ആൻഡ് നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന കാർഡ് കാണാൻ പറ്റും. ശരിക്കും പറയുന്നത് സ്പെഷ്യൽ ഡെക്ക് ഒന്നുമല്ല, ഇതിന്റെ ബാക്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ എനിക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാനൊന്നും പറ്റില്ല. കുറച്ച് പേർക്ക് കത്തിയില്ല, സോറി. അവിടെ സ്റ്റില്ല മീൻസ് നമുക്ക് അങ്ങനെ വേണമെങ്കിൽ ഇത് ഫേക്ക് അടിച്ച് നോക്കാൻ പറ്റും. പക്ഷെ ഞാൻ എന്ത് ചെയ്യാന്ന് വിചാരിച്ചില്ലേ, ഇപ്പം എനിക്കിഷ്ടം പോലെ 5 of diamonds ഉണ്ടാക്കും. ഓൾറെഡി നിങ്ങൾ 2 ഏസ് കണ്ടത്. ഒരു കാര്യം ചെയ്യും, ഒന്നിൻ്റെ അകത്ത് വലിയ നീട്ടി ഒരു ഡേറ്റ് എഴുതാവോ? ഡേറ്റ് വേണോ? ഡേറ്റ് ആണോ വേണ്ടത്? ഡേറ്റ് യു ക്യാൻ പുട്ട് എ ഡേറ്റ്. വലിയ നീട്ടിട്ട് വരണം എന്ന് വെച്ചാൽ കുറച്ച് ദൂരത്ത് നിന്ന് കഴിഞ്ഞാൽ കണ്ടാലും മനസ്സിലാവണം. ഓ, അങ്ങനെ. നിന്റെ ബർത്ത്ഡേ എഴുതിക്കോ. അല്ലടാ, വെഡിങ് ആനിവേഴ്സറി. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ വെച്ചിരുന്നത് ആരും ചോദിക്കേണ്ടത്. അവർക്കും കൂടെ ഇവിടെ നിന്ന് കാണിച്ചു കൊടുക്കണം. നമുക്ക് ഇരിക്കുന്ന കാർഡ് വി ക്യാൻ സീൻ ദ സൈൻ കാർഡ്. നമ്മൾ ഈ ഇരിക്കുന്ന സൈൻ കാർഡ് ഓൾമോസ്റ്റ് ഡെക്കിന്റെ സെന്ററിൽ പോകും. മീൻസ് ഡെക്കിന്റെ സെന്ററിൽ പോയതിന് ശേഷം ഇവർ ചെയ്യുന്ന ലേറ്റ് രസമുള്ള പരിപാടി എന്ന് പറയും. അവരിങ്ങനെ പതുക്കെ സ്നാപ്പ് ചെയ്യുന്ന സമയത്ത് ഡെക്കിന്റെ അകത്ത് എവിടെ പോയത് വരും. നിൽക്കും, ഞാൻ അത് പതുക്കെ ചെയ്യാം. നമുക്ക് ഇവിടെ ഇരിക്കുന്ന 2 of ഇത് കാണാൻ പറ്റും, സൈനും കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഡെക്കിന്റെ സെന്ററിൽ പോകുന്നു. ഇത് പതുക്കെ ഈ സീം ലാസ്റ്റ് സെക്കൻഡിൽ ഞാനൊരു കാര്യം ഇതിപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് സെക്കൻഡിൽ സീം ചെയ്താൽ പോയി കഴിഞ്ഞാൽ ഈ സാധനം വരും. ഇൻ കേസ് ഞാൻ പതുക്കെ ചെയ്യാം. ഈ ഇരിക്കുന്ന 2 of ഈ സാധനം അവിടെ പോകും. ഇതിൻ്റെ അകത്ത് നമുക്ക് ഓൾമോസ്റ്റ് ഡെക്കിൻ്റെ സെൻറ്ററിലോട്ട് ഈ സാധനം പോകും. നമുക്കിത് പോകുന്നത് കാണാൻ പറ്റും. ഈ പോകുന്ന കണ്ടതിന് ശേഷം ഇപ്പം ഞാനിത് സ്നാപ്പ് ചെയ്യുമ്പോൾ ഒരു സെക്കൻഡ് നിങ്ങളല്ലേ സൈൻ ചെയ്തത്? ഒരു സെക്കൻഡ് ഒന്ന് സ്നാപ്പ് ചെയ്യാമോ? ഓക്കെ, അപ്പോഴാണ് ഞാൻ പ്ലാൻ ചെയ്തതാണ്. ഐ മീൻ എനിക്കിപ്പോൾ നിങ്ങളുടെ ഓ പിന്നെന്താ ഇരിക്കുന്ന കാർഡ് കാണാമല്ലോ. ഞാൻ എന്താ പതുക്കെ ഇങ്ങനെ എടുക്കുന്നു, നേരെ ഇല്ല അത് തന്നെയാ പോകുന്നത്. ഒരു കാര്യം ചെയ്യാം, ഇതിന്റെ അകത്ത് സൈനും കൂടെ ഇടാമോ? കാര്യം ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ശരിയല്ലല്ലോ. എനിക്ക് ഇതെന്ന് വെച്ചാൽ നമുക്ക് ഡേറ്റും സൈനും ഒക്കെ ഇട്ടതുകൊണ്ട് നിങ്ങൾക്ക് ആക്ച്വലി ഇരിക്കുന്ന കാർഡ് കാണാനും പറ്റും. ആൻഡ് ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ വെക്കുന്ന കാണിച്ചു തരാം. അതാകുമ്പോഴത്തേക്ക് കുനിഞ്ഞു നോക്കുന്ന ബുദ്ധിമുട്ടില്ലല്ലോ. സൈൻ കാർഡ് ഇത് അവിടെ ഇരിപ്പുണ്ട്, ഇരിക്കുന്ന കാർഡ് കാണുന്നുണ്ട്. സോ വൺസ് ഇത് ഡെക്കിനോട് ഇതിനെക്കാട്ടിയും പതുക്കെ ഈ ട്രിക്ക് ചെയ്യാൻ പറ്റും. ഇത് സെൻറ്ററിലായില്ല, ഞാൻ കുറച്ചും കൂടെ സെൻറ്ററിലാക്കാം. പക്ഷേ ഇതിപ്പം ഓൾമോസ്റ്റ് ഡെക്കിന്റെ സെൻറ്ററിലല്ലേ. നമ്മൾ പതുക്കെ ഇങ്ങനെ ആക്കുമ്പോഴത്തേക്ക് ഈശ്വര ഈ തവണ ഇത് വർക്കായി കഴിഞ്ഞാൽ ഞാനായിരിക്കും സ്നാപ്പി. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലായി. ഒന്ന്, നമ്മൾ ഈ ഇരിക്കുന്ന കാർഡ് നമ്മൾ ത്രൂ ഔട്ട് കാണുന്നുണ്ട്, ഇതെല്ലാം ട്രാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഇരിക്കുന്ന എല്ലാ കാർഡും നിങ്ങൾക്ക് ഏകദേശം ഒരു പിടിയുണ്ട് എന്താ നടക്കുന്നതെന്ന്. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ 5 of hearts എടുത്തത്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? അല്ല, നമ്മൾ റാൻഡമായിട്ട് എടുത്തല്ലേ. നമുക്ക് ഈ ഇരിക്കുന്ന കാർഡ് ഫോർ എക്സാമ്പിൾ ഈ പേന ഇങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇരിക്കുന്ന ഏത് കാർഡും എടുക്കാം. പക്ഷേ ഞാൻ ത്രൂ ഔട്ട് നിങ്ങൾക്ക് മാജിക് കാണിച്ചപ്പോൾ എനിക്ക് ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ, നമ്മൾ ഇതുവരെ ഇതൊരു ഇല്യൂഷൻ പോലെ പോകുന്നത്. അതെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കാർഡ് ആക്ച്വലി ഫ്രം നോർമലി നമ്മൾ കാർഡ് ചെക്ക് ചെയ്യാൻ കൊടുത്തത്. ബ്രോ ചെക്ക് ചെയ്തു, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഓരോ കാർഡും വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആകെ ഉള്ള 5 of hearts മാത്രമല്ല. അപ്പോൾ ഈ കാണുന്നവർക്ക് എന്ത് തോന്നും? അവർ വിചാരിക്കും ഇഷ്ടം പോലെ 5 of hearts ഡേറ്റും കൊണ്ടാണ് ഞാൻ വന്നതെന്ന്. സത്യം പറഞ്ഞു, നീ ഏലിയനല്ലേ? എല്ലാ കാർഡും നമ്മൾ ചെക്ക് ചെയ്യുന്നില്ലേ? അതിൻ്റെ അകത്ത് ആകെ ഒരു കാർഡ് മാത്രമാണ് മീൻസ് വിച്ച് ഇസ് അത് നമ്മൾ രണ്ടാമത്തെ തവണ സൈൻ ചെയ്തു. നമ്മൾ ആദ്യം ഡേറ്റ് ഇട്ടു, സൈൻ ചെയ്തു. അപ്പം ഈ ഓഡിയൻസിന് പൊതുവെ എന്താ സംശയം തോന്നുന്നു അറിയാമോ? ഈ പുള്ളിക്കാരൻ്റെ എല്ലാ കാർഡും 5 of hearts ആണ്. ഇഷ്ടം പോലെ കാർഡും കൊണ്ട് ഡേറ്റ് മാത്രമേ പുള്ളിക്കാരെ എഴുതിപ്പിച്ചുള്ളൂ. അപ്പോൾ നമുക്ക് ഈ എല്ലാ കാർഡിലും ആകാതെ മാത്രമല്ല. പക്ഷേ അതും ഒരു ഇല്യൂഷനാണ്. കാരണം എന്താണെന്നറിയാമോ? ആ ഇരിക്കുന്ന ഒരൊറ്റ കാർഡ്, ദാറ്റ് കാർഡ് ഇസ് നോ മോർ. സോ മൈ നെയിം ഇസ് ആകാശ് അശോകൻ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. താങ്ക് യു. ആധാർ കാർഡ് വല്ലതും ഉണ്ടോ തെളിയിക്കാൻ നിങ്ങൾ ഒറിജിനൽ ആണെന്നുള്ളത്?
ചേട്ടൻ ഇത് വീട്ടിൽ പോകുമ്പോ ഇതില് ലെറ്റേഴ്സ് ഒക്കെ വരുമോ? ഈ കാർഡ് വൈറ്റ് അല്ലേ, ഇതിന്റെ ബാക്കിൽ റെഡ്. ഓ വലിയ കാര്യം. ഇത് വൈറ്റ് അല്ലേ, അതിന്റെ ബാക്കിലും വൈറ്റ്. ഒരു കാര്യം പറയാം, ദിസ് ഇസ് ഇൻസെയിൻ പെർഫോമൻസ് ആൻഡ് വൺ തിങ് ഐ എം ഷുവർ, ഒരു തവണ ചെയ്തിട്ട് അത് മാറ്റി വിടുക അല്ല ചെയ്യുന്നത്. നമുക്ക് thoroughly 2, 3, 4 തവണ കാണിച്ച് അതിൽ എങ്ങനെയെന്നുള്ളൊരു ചോദ്യചിഹ്നം അല്ലെങ്കിൽ നമ്മളെ മുൻനിരയിൽ നിർത്തുന്ന ഒരു പെർഫോമൻസ് ആണ് ഇപ്പോൾ നമ്മളിവിടെ കണ്ടത്. സൂപ്പർ. ആകാശ്, ഇതിന് മുമ്പ് ഓൾറെഡി നിങ്ങൾ കോമഡി മാസ്റ്റേഴ്സിൽ വന്നിട്ടുണ്ട് അല്ലേ? വന്നിട്ടുണ്ട്. അന്ന് എന്താണ് ആ സർപ്രൈസ് നടന്നത് ഇവിടുന്ന് പോയപ്പോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിങ്ങനെ മീൻസ് ഡെയിലി ഒരു പ്രൊഫഷനായിട്ട് മീൻസ് മാജിക് കൺസിഡർ ചെയ്യുന്നത് ഞാനതൊരു ഹാപ്പിനെസ്സിന് വേണ്ടി മാത്രമേ ചെയ്യുള്ളൂ. അപ്പം എൻ്റെ ട്രിക്സ് ആരെങ്കിലും കണ്ടുപിടിച്ചാൽ പോലും എനിക്ക് അത്ര ബോധറിങ് അല്ല. കാര്യം നിങ്ങൾ കുറച്ചൊന്നും ചിരിച്ച മീൻസ് അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ മാജിക് കാണുന്നത്. അപ്പം അന്ന് ഇവിടെ എനിക്കൊരു സ്റ്റേജ് കിട്ടാന്ന് പറഞ്ഞാൽ മീൻസ് എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റേജ് കിട്ടുന്നത് ഇറ്റ്സ് വെരി റെയർ. അന്നൊരു 3-4 വർഷത്തിന് ശേഷം ആണ് എനിക്ക് പിന്നെ തിരിച്ചത്. ഇറ്റ്സ് ലൈക്ക് എ സെക്കൻഡ് ചാൻസ് ഫോർ മീ. അപ്പം ഇതിനിടയ്ക്ക് ഞാൻ ആക്ച്വലി CET കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിലാണ് പഠിച്ചത്. മൈ മാസ്റ്റർ ട്രിവാൻഡ്രം അവിടെ പഠിച്ചത്. അതിനുശേഷം അന്ന് നമുക്ക് പരിചയമുള്ള ഒരാൾ മാജിക് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഈ പറയുന്ന നമുക്ക് അന്ന് ക്ലൈമാക്സ് ആക്ച്വലി കപ്പിന് ശേഷം ഓറഞ്ച് ആയിരുന്നു. ക്ലൈമാക്സ് ഒരു പ്രാവശ്യം പറയാൻ പാടില്ല, ബട്ട് സ്റ്റിൽ അതായിരുന്നു. മീൻസ് ചെപ്പുമ്പെന്നും പറയും. അധികം ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നില്ല, ചെയ്യുന്നവരൊക്കെ മരിച്ചുപോയി. അങ്ങനെയല്ല, ഇപ്പോൾ കുറച്ച് പേരൊക്കെ ബാക്കിയേ ഉള്ളൂ. കോമ്പറ്റീഷൻ വളരെ മീൻസ് അങ്ങനെ ഒരു പോകുന്ന സംഭവമായിരുന്നു. അപ്പം അന്ന് മാജിക് കണ്ടു, പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം അതങ്ങനെ ഇങ്ങനെ പതുക്കെ കൂടെ പോകുന്നു. പിന്നെ പതുക്കെ ഇങ്ങനെ കൂടെ പോകുന്നു. അല്ലാണ്ട് മെസ്സേജ് അയക്കുകയാണോ ചെയ്തത്? അയ്യോ അല്ല, നമ്മൾ രണ്ടുപേരും ഒരു കോളേജിൽ പഠിക്കുന്ന ആൾക്കാരാണ്. പുള്ളിക്കാരിയും CET തന്നെ പഠിക്കുന്ന, പുള്ളിക്കാരിയും ഓൾമോസ്റ്റ് ഈ റോക്കറ്റ് ഡിസൈൻ ഓറഞ്ച് കാരണം ജീവിതം ഒന്നിച്ചു. സത്യം, എൻ്റെ അമ്മ എപ്പോഴും പറയും, എൻ്റെ വീട്ടിൽ ഞാൻ ചീട്ടും കൊണ്ടുവന്ന് എൻ്റെ അമ്മ പറയും, മോനെ പറ്റൂല. അവർ എൻ്റെ വീട്ടിൽ എവിടെ നോക്കിയാലും ചീട്ടാണ്. അപ്പം ആ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം ഒരാളൊരു ഓറഞ്ച് കണ്ടിട്ട് എനിക്കാകെ 30 രൂപ പോയുള്ള ഓറഞ്ചിൽ എന്റർടൈൻമെന്റ് ആക്കാതെ ഈ ക്ലബിലൊക്കെ ചീട്ട് കളിക്കാൻ പോകണം, ആവശ്യമുള്ള പൈസ ഉണ്ടാക്കാം. പോയി കഴിഞ്ഞാൽ നല്ല പൈസ. ആക്ച്വലി ഗാംബ്ലിംഗ് ചെയ്യാറുണ്ട്. ട്രൂ ഫാക്റ്റാ പറയുന്നത്. ദർ ആർ പീപ്പിൾ, നല്ല ട്രെയിൻഡ് ആയ ആൾക്കാരുണ്ട്. നമ്മൾ മെജീഷ്യൻസ് എന്ന് പറയും, അവർ മെജീഷ്യനാണ്, പക്ഷെ അവർ നിങ്ങളുടെ അടുത്ത് പറയില്ല. ദർ ആർ വെരി ട്രെയിൻഡ് പീപ്പിൾ. എന്തായാലും കിടിലം ആകാശ്, ഞങ്ങളെ ബാംഗ്ലൂരിൽ നിന്ന് വന്ന് ഞെട്ടിച്ചു. അത് ഇനിയും ചെയ്യണം ഇതുപോലത്തെ കാര്യങ്ങൾ. അതായത് പ്രൊഫഷനോടൊപ്പം തന്നെ ഇതും മുന്നോട്ടേക്ക് കൊണ്ടുപോകണം. ആഗ്രഹമുണ്ട്. ഓക്കെ, ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് മോർ സ്റ്റേജസ്. കിട്ടട്ടെ, അതാണ് ഞങ്ങളുടെയും ആഗ്രഹം. ആൾക്കാർ ഇനിയും കുറച്ചുകൂടി ക്ലോസ് ആയിട്ട് വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്ത് ആകാശിന്റെ ആ ഒരു ടാലന്റും ആ ഒരു എന്റർടൈനിങ്ങും ഹാപ്പിനെസ്സും ഒക്കെ മനസ്സിലാക്കട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് അതുപോലെ തന്നെ ഹാപ്പി മാരീഡ് ലൈഫ്. ഓറഞ്ച് ആണെങ്കിലും കിട്ടുന്നത് അങ്ങനെയുള്ള കിളിയെല്ലാം നമ്മൾ പറക്കിയെടുത്ത് കുളിക്കാൻ തോർത്തെടുത്ത് വിഷ്ണുപ്രിയ എന്തിനാണ് ഇവിടെ വിളിച്ചത്? അത് അവളുടെ ഡെഡിക്കേഷൻ. അവള് കുളിച്ചോണ്ടിരുന്നപ്പോഴാണ് കിരട്ടിന്റെ കരയില് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ അറിഞ്ഞത് ഓടി വന്നവള്. പറഞ്ഞില്ല ആരും പറഞ്ഞില്ലെന്നോ ഇത് കിട്ടുന്നത്? നമുക്കറിയാന്നല്ലേ ഇന്നത്തെ എപ്പിസോഡിൽ ലാസ്റ്റ് നമുക്ക് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്. ആ പരിപാടി എന്താന്ന് പറയാം ചേട്ടന്മാരെ, ഇത്രേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഏകദേശം വൈൻഡപ്പ് ചെയ്യാറാകുമ്പോഴത്തേക്കും ഇന്നത്തെ പെർഫോമൻസ് എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേക്കും ക്യൂട്ടി ദ ഹാൻഡ് വാഷ് പ്രസൻസ് ഇന്നത്തെ മെയിൻ അതാരാന്നുള്ളതാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അതിപ്പോ അറിയണമെങ്കിൽ നമുക്ക് ശ്വേത ചേച്ചി എടുത്ത് ചോദിക്കേണ്ടി വരും. എന്നാ ചെയ്യാനാ? പൈസ വേണമെങ്കിൽ ശ്വേത ചേച്ചി എടുത്ത് ചോദിക്കണം, ഇതറിയണമെങ്കിൽ ശ്വേത ചേച്ചി എടുത്ത് ചോദിക്കണം. പ്രമാണി പറയാ. ഓക്കെ, അപ്പൊ ക്യൂട്ടി ദ ഹാൻഡ് വാഷ് ഇന്നത്തെ മെയിൻ. ഒരു ഡൗട്ടും ഇല്ലാതെ നമ്മളുടെ ആകാശാണ് ഇന്നത്തെ. ക്രൗണിങ് ചെയ്യാൻ എനിക്ക് ഒരു അസിസ്റ്റന്റ് വേണം. അതാരാണാവോ? എനിക്ക് എന്തായാലും ഒരു അസിസ്റ്റന്റ് വേണം. ഐ ആം ഗോയിങ് ടു ഗെറ്റ് ദാറ്റ് പേഴ്സൺ. 1 സെക്കൻഡ് കേട്ടോ. എനിക്ക് തനിച്ചൊന്നും ചെയ്യാൻ അറിയില്ല. അല്ല, ചില സമയത്ത് എനിക്ക് മാജിക്കോ സർപ്രൈസ് അല്ലേ? അതെ. കരനിറയെ പണമൊഴുകണ കടി പറന്നിറങ്ങുന്ന ചുറ്റി ചുറ്റി പലതുരി കരനിറയെ പണമൊഴുകണ കളി പറന്നിറങ്ങുന്ന ചേച്ചി ആകാശേ, നീ ഞങ്ങളെ ഞെട്ടിച്ചപ്പം നീ കെട്ടാൻ പോണ പെങ്കൊച്ചിനെ ഞങ്ങൾ ഞെട്ടിച്ചു. അതെ, ഇത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ വർക്കല പോണെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നാട്ടുകാർ പുള്ളിക്കാരത്തി ബാംഗ്ലൂരാണോ? പുള്ളിക്കാരി ബാംഗ്ലൂരാണ്. അപ്പൊ അനീതി പ്രാവി പറയുന്ന പോലെ ഇന്ന ചേച്ചി ഞങ്ങളുടെ പയ്യൻ.
നിറയെ പണമുഴുകണ കടി പറന്നിറങ്ങേണ്ട ചുറ്റി ചുറ്റി പല ചുരി ചേച്ചി നമ്മുടെ കുടുംബക്കാരുടെ വക ഇവരുടെ കല്യാണത്തിന് ഗിഫ്റ്റുകൾ കൊടുക്കണ്ടേ? എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ, അതായത് ഇനി അങ്ങോട്ടേക്ക് ഒരുമിച്ച് ഉണ്ടാകുമ്പോ കുളിക്കുക, നനയ്ക്കുക, അങ്ങനെ എല്ലാ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ പ്രോഡക്ട്സും, ഹാൻഡ് വാഷ് ഉണ്ട്, സോപ്പ് ഉണ്ട്, വാഷിംഗ് പൗഡർ ഉണ്ട്, അങ്ങനെ ജീവിതത്തിലേക്ക് വേണ്ട എല്ലാ കാര്യവും ഒരു പാക്കിലാക്കി കുറച്ച് സ്നേഹം അവക്ക് അമ്മ വൈബ് വന്നുണ്ടോ? അതെ, അമ്മ വൈബ് വന്നുണ്ട്. ക്യൂട്ടി ഹാൻഡ് വാഷ് നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. മാജിക്ക് മാത്രമല്ല, അത്യാവശ്യം നന്നായിട്ട് ചിരിപ്പിക്കാനും എല്ലാം അറിയാവുന്ന ഒരു ഫിയോൻസിനെയാണ് കിട്ടിയിരിക്കുന്നത്. സൂക്ഷിച്ചു വെക്കണം, ആർക്കും കൊടുത്തേക്കരുത്. പല മാജിക്കും പലയിടത്തും പോയി കാണിക്കും, തിരിച്ചിങ്ങോട്ട് ഇങ്ങനെ മാജിക് കാണിച്ച് വരാൻ പറഞ്ഞേക്കണം കേട്ടോ. ആ വള്ളി കയ്യിൽ തന്നെ വേണം. അതെ, തിരിച്ചു ആ വള്ളിയുടെ ഇങ്ങനെയൊക്കെ എടുത്ത് ചിലപ്പോൾ ബാക്കിയുള്ളവരെ കാണിക്കും, പക്ഷെ എല്ലാം കറക്റ്റ് ആയിട്ട് വീട്ടിൽ കൊണ്ടുവന്നേക്കണം. ഹാപ്പി ആയില്ലേ? ഇത് വീട്ടിൽ കൊണ്ട് യൂസ് ചെയ്ത് നോക്കണേ. അപ്പൊ എന്തായാലും ചേച്ചി നമ്മുടെ ഈ ഷോക്ക് മാറ്റാൻ വേണ്ടി നമുക്ക് വീണ്ടും വൈൻഡപ്പ് ചെയ്യാം. പക്ഷെ അതിന് മുമ്പ് ചേട്ടന്മാരെ കിഡിലായിരുന്നു നിങ്ങൾ ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്തതിന്. പക്ഷെ ഒരു എപ്പിസോഡും കൂടെ വേണം, ഞങ്ങൾക്ക് ഇനിയും കഥകളൊക്കെ കേൾക്കണം. ചിരിക്കണ്ടേ? അതാണ്. അപ്പൊ അടുത്ത ദിവസം കാണാൻ വന്നിരിക്കും ഗായ്സ്. ബൈ ബൈ.